ആ ചിലന്തിയുടെ വലയ്ക്കുള്ളിൽ തന്റെ മസ്തിഷ്കം അകപ്പെട്ടതുപോലെ വർമ്മയ്ക്ക് തോന്നി. ആ വല എത്രയോ വലുതായിരിക്കുന്നു. ആ പ്രതിമകളുടെ രഹസ്യം താങ്കൾക്കറിയുമോ? സബ് കളക്ടർ ചോദിച്ചു. എന്തോന്ന് രഹസ്യം? അവയിൽ ഒരു രഹസ്യവുമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാൽ ഞാൻ പറയാം, അതിൽ എന്തോ രഹസ്യമുണ്ട്. അല്ലെങ്കിൽ പണ്ട് നിങ്ങളുടെ ഏക മകളെ ആ പ്രതിമ ലഭിക്കാൻ ഒരാൾ തട്ടിക്കൊണ്ടുപോകുമോ? വളരെ നാളുകളായി മറക്കാൻ ശ്രമിച്ച് ഒരു വിധത്തിൽ ആ ദുഃഖകരമായ സംഭവത്തെ അതിജീവിക്കാൻ പഠിച്ചു കഴിഞ്ഞ വർമ്മയ്ക്ക് അതൊരാഘാതമായിരുന്നു. പെട്ടെന്ന് ഒരു നിമിഷം അഞ്ജുവിന്റെ രൂപം അദ്ദേഹത്തിന്റെ തിരശീലയിൽ തെളിഞ്ഞു വന്നു. ആ പിഞ്ചു കുഞ്ഞിന്റെ മുഖം. അത് കൂടുതൽ കൂടുതൽ വെണ്മയോടെ തിളങ്ങി. അവളിപ്പോൾ എവിടെയായിരിക്കും? അയാൾ അന്ന് അവളെ കടപ്പുറത്ത് കൊണ്ടുവന്നിരുന്നുവോ? അതോ തന്നെ കബളിപ്പിക്കുകയായിരുന്നു? വർമ്മ സമനില വീണ്ടെടുക്കാൻ ശ്രമിച്ചു. എന്നാൽ ഞാൻ പറയാം, ആ പ്രതിമയിൽ എന്തോ മഹാരഹസ്യമുണ്ട്. എന്തെങ്കിലും ആവട്ടെ, വർമ്മ മന്ത്രിച്ചു. ആ പ്രതിമ നിങ്ങൾ എനിക്ക് തരുമോ? സബ് കളക്ടർ ചോദിച്ചു. സാർ തന്നെയല്ലേ പറഞ്ഞത് അതിലെന്തോ രഹസ്യമുണ്ടെന്ന്? പിന്നെ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ചോദിച്ചത്. നിങ്ങൾ? വർമ്മ ചോദിച്ചു. കാർ നിർത്തൂ, പിന്നിൽ നിന്നും സബ് കളക്ടർ പറഞ്ഞു. ആ ശബ്ദം ആജ്ഞാസ്വരത്തിലുള്ളതായിരുന്നു. കാർ മണ്ണാശ്ശേരി എന്ന സ്ഥലത്തെത്തിയിരുന്നു. വർമ്മയ്ക്ക് തന്റെ കഴുത്തിന് പിന്നിൽ ഒരു തണുപ്പ് അനുഭവപ്പെട്ടു. അദ്ദേഹം ഇടതുകൈ ഉയർത്തി അതെന്താണെന്ന് മനസ്സിലാക്കുവാൻ ആഞ്ഞു. മിസ്റ്റർ വർമ്മ, അനങ്ങി പോകരുത്. ഇത് റിവോൾവറാണ്, സബ് കളക്ടർ പറഞ്ഞു. നിങ്ങൾ? വർമ്മ ചോദിച്ചു. നിങ്ങൾ എങ്ങനെയും ധരിച്ചോളൂ. ആ പ്രതിമ എനിക്ക് ആവശ്യമുണ്ട്. അത് തരണം. അതിനാണ് ഞാൻ നിങ്ങളുടെ കാറിൽ കയറിയത് തന്നെ. വർമ്മ കാർ നിർത്തി. നിങ്ങൾ ഈ കാറിൽ ഇരുന്നാൽ മതി. ഒരു കത്ത് തന്നാൽ ഇവൾ അത് നിങ്ങളുടെ വീട്ടിൽ പോയി വാങ്ങിക്കൊണ്ടുവരും. എന്തു വന്നാലും ആ പ്രതിമ കൊടുക്കുകയില്ലെന്ന് വർമ്മ തീരുമാനിച്ചു. ആ പ്രതിമയ്ക്ക് വേണ്ടിയാണ് മകളെ നഷ്ടപ്പെട്ടത്. ഇനി ആ പ്രതിമ നഷ്ടപ്പെടേണ്ട ആവശ്യമില്ലെന്ന് അദ്ദേഹം തീരുമാനിച്ചു. നിങ്ങൾ ആരാണ്? വർമ്മ ചോദിച്ചു. ഇതുവരെ ധരിച്ചത് തെറ്റ്, ഇനി എങ്ങനെയും ധരിക്കാം. അപ്പോൾ നിങ്ങൾ എന്നെ വഞ്ചിക്കുകയായിരുന്നു. കൊള്ളാം. ഇക്കാലത്ത് പിന്നെ എന്തിനാണ് വില? ആ പ്രതിമ ഞാൻ തരില്ല, വർമ്മ തീർത്തു പറഞ്ഞു. എങ്കിൽ നിങ്ങൾ ജീവനോടെ പോവില്ല. ഇത് പറഞ്ഞ് അയാൾ റിവോൾവർ ഉയർത്തി വർമ്മയുടെ ശിരസിലിടിക്കുവാൻ ഭാവിച്ചപ്പോൾ പിന്നിൽ ഒരു കാർ ഹോൺ മുഴക്കി. പെട്ടെന്ന് അയാൾ റിവോൾവർ താഴ്ത്തി പോക്കറ്റിലിട്ടു. മിസ്റ്റർ വർമ്മ, കാർ സൈഡിലേക്ക് മാറ്റൂ. പിന്നിൽ നിന്ന് വരുന്ന കാർ പോകട്ടെ, ചെറുപ്പക്കാരൻ പറഞ്ഞു. പിന്നിൽ ഹോൺ മുഴക്കിക്കൊണ്ടിരുന്നു. വർമ്മ കാർ അനക്കിയില്ല. ചെറുപ്പക്കാരൻ നിർബന്ധിച്ചെങ്കിലും വർമ്മ തനിക്ക് രക്ഷപ്പെടാനുള്ള ഏക മാർഗം ആ കാറാണെന്ന് ധരിച്ച് സ്വിച്ച് കീ എടുത്ത് കാറിന്റെ പുറത്തിട്ടു. പിന്നിലുള്ള കാർ നിന്നു. അതിനുള്ളിൽ നിന്നും മെക്കാനിക് ഉസ്മാൻ ഇറങ്ങി വന്നു. ഉസ്മാൻ ഒരു മോട്ടോർ സൈക്കിളിൽ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. അപ്പോൾ വഴിയിൽ ഒരു കാർ കിടക്കുന്നത് കണ്ടു. ഉടൻ തന്നെ മോട്ടോർ സൈക്കിൾ നിർത്തിയതിനു ശേഷം കാറിന്റെ അടുത്തേക്ക് ചെന്നു. ഡോർ ലോക്ക് ചെയ്തിരുന്നില്ല. ഡോർ തുറന്ന് ഒന്ന് രണ്ട് തവണ അടയ്ക്കുകയും തുറക്കുകയും ചെയ്തു. തൊട്ടടുത്ത് വല്ലവരുമുണ്ടോ എന്ന് പരീക്ഷിക്കാനാണ് അങ്ങനെ ചെയ്തത്. പരിസര പ്രദേശത്ത് ആരുമില്ലെന്ന് ബോധ്യമായപ്പോൾ ഉസ്മാൻ കാറിനുള്ളിൽ കയറിയിരുന്നു. സ്വിച്ച് കീ കാറിൽ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഒന്നും ചിന്തിച്ചില്ല. കാർ ഡ്രൈവ് ചെയ്ത് പോരുകയായിരുന്നു. അങ്ങനെ വരുമ്പോഴാണ് മണ്ണാശ്ശേരിയിൽ റോഡിന്റെ നടുവിൽ സംശയിക്കത്തക്ക രീതിയിൽ ഒരു കാർ നിൽക്കുന്നത് കണ്ടത്. അകത്തിരുന്ന ചെറുപ്പക്കാരെ നോക്കിയപ്പോൾ തന്റെ കാർ പിന്നിൽ കിടക്കുന്നു. ഇതെങ്ങനെ സംഭവിച്ചു? അയാൾ പെട്ടെന്ന് കാറിൽ നിന്നിറങ്ങി. ഉസ്മാൻ കാറിന്റെ അടുത്ത് തന്നെ നിൽക്കുകയായിരുന്നു. നിങ്ങൾ ആരാണ്? ചെറുപ്പക്കാരൻ ചോദിച്ചു. എന്തിനാ അറിയുന്നത്? ഉസ്മാൻ തിരക്കി. ഇതെന്റെ കാറാണ്, അയാൾ പറഞ്ഞു. അപ്പോൾ ഇതോ? ഉസ്മാൻ വർമ്മയുടെ കാർ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചോദിച്ചു. അത് ചെറുപ്പക്കാരൻ പരിങ്ങി. താൻ രക്ഷപ്പെട്ടുവെന്ന് മനസ്സിലാക്കി വർമ്മ കാറിൽ നിന്നിറങ്ങി. നിങ്ങളുടെ കാർ ഇതാണെങ്കിൽ ഈ കാറിൽ നിങ്ങൾ എങ്ങനെ വന്നു? ഉസ്മാൻ ചോദിച്ചു. അതെന്തിനാണ് നിങ്ങൾ അറിയുന്നത്? അതെന്റെ കാറാണ്. നാഷണൽ ബുക്കുണ്ട്. ഓഹോ, വളരെ നന്നായി. അപ്പോൾ ഈ കാർ? ഉസ്മാൻ വീണ്ടും ചോദിച്ചു. സാർ, ഇത് എന്റെ കാറാണ്. ഇവൻ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യുവാൻ ശ്രമിക്കുന്നു, വർമ്മ ചാടി പറഞ്ഞു. അപ്പോൾ കാർ തട്ടിപ്പുകാരാണല്ലേ? ഉസ്മാൻ ചോദിച്ചു. നീയോ? ചെറുപ്പക്കാരൻ റിവോൾവർ എടുത്തു. ഇതും കയ്യിലുണ്ടോ? ഉസ്മാന്റെ വലതുകാൽ ഒരു ലിവർ പോലെ പ്രവർത്തിച്ചു. റിവോൾവർ മുകളിലേക്ക് ഉയർന്നു. അത് കറങ്ങി കറങ്ങി താഴെ വന്ന് ഉസ്മാന്റെ കയ്യിൽ അമർന്നു.
ഇത് കണ്ടോ? ഉസ്മാൻ റിവോൾവർ കാണിച്ചു. ചെറുപ്പക്കാരൻ കൂട്ടിൽ വീണ സിംഹം പോലെ ഉസ്മാനെ നോക്കി നിന്നു. നിങ്ങൾ ആരാണ്? ഉസ്മാൻ വർമ്മയെ നോക്കി ചോദിച്ചു. ജഗന്നാഥ വർമ്മ, കുന്നമംഗലത്താണ് വീട്. വർമ്മ ആശ്വാസത്തോടെ പറഞ്ഞു. ഈ കാർ നിങ്ങളുടെ അല്ലേ? അതെ. എങ്കിൽ പോയിക്കോളൂ, ഉസ്മാൻ ആജ്ഞാസ്വരത്തിൽ പറഞ്ഞു. ഇതിനുള്ളിൽ വർമ്മ വിക്കി വിക്കി പറഞ്ഞു. ഒരു പെണ്ണ്, ഇവന്റെ ശിങ്കിടിയാണല്ലേ? ഇറങ്ങടി, ഉസ്മാൻ ഉച്ചത്തിൽ പറഞ്ഞു. അവൾ കാറിൽ നിന്നിറങ്ങി. നിങ്ങൾ പോയിക്കോളൂ, ഉസ്മാൻ വർമ്മയോട് പറഞ്ഞു. ഉപകാരത്തിന് നന്ദി. വർമ്മ കൈകൂപ്പി. സാരമില്ല. സൗകര്യപ്പെടുമെങ്കിൽ വീട്ടിലേക്ക് വരുമോ? അന്വേഷിച്ചെത്തിക്കൊള്ളാം, ഉസ്മാൻ വർമ്മയുടെ കാറിന്റെ നമ്പർ ശ്രദ്ധിച്ചുകൊണ്ട് പറഞ്ഞു. വർമ്മ കാർ സ്റ്റാർട്ട് ചെയ്തു. ഈ സമയം ചെറുപ്പക്കാരൻ ഉസ്മാന്റെ മേൽ ഒരു പുലിയെ പോലെ ചാടി വീണു. പക്ഷേ അത് പ്രതീക്ഷിച്ചു നിൽക്കുന്നത് പോലെ ഉസ്മാൻ അയാളെ ഇടതു കൈകൊണ്ട് തട്ടി താഴെയിട്ടുകൊണ്ട് തൊഴിച്ചു. അവൻ ഉരുണ്ടു മാറിക്കളഞ്ഞു. നീ പഠിച്ചവനാണല്ലോ, ഉസ്മാൻ അവനെ നോക്കി പറഞ്ഞു. അവൻ ചാടി എണീറ്റു. വീണ്ടും അവൻ ഉസ്മാനെ എതിർക്കാൻ ശ്രമിച്ചു. പുള്ളേ, നീ പോ, ഞാൻ എത്രയോ കണ്ടിരിക്കുന്നു. ഉസ്മാൻ അവന്റെ വലതു കൈ കടന്നു പിടിച്ച് മേൽപോട്ടുയർത്തി ചുഴറ്റി ഒരേറ് വെച്ചു കൊടുത്തു. അവൻ റോഡിന്റെ അരികിൽ ചെന്ന് വീണു. അവന്റെ അസ്ഥികൾ ഞെരിയുന്നത് പോലെ തോന്നി. നീ അവനെ നോക്കിക്കോണം, ഉസ്മാൻ ആ യുവതിയെ നോക്കിയ ശേഷം കാറിൽ കയറി. സർ, എന്നെ രക്ഷിക്കണേ, ഞാൻ പാവമാണേ, അവൾ കരഞ്ഞു. നീ ആരാ? ഉസ്മാൻ ചോദിച്ചു. ഞാൻ ഹോട്ടലിലെ ഡാൻസറാണ്. ഈ ദ്രോഹി എന്നെ ഒരു ദിവസത്തെ വാടകയ്ക്ക് വിളിച്ചതാ. ഇതിനായിരുന്നെങ്കിൽ ഞാൻ വരില്ലായിരുന്നു, അവൾ നിലവിളിച്ചു. ഏത് ഹോട്ടലാ? അവൾ ഹോട്ടലിന്റെ പേര് പറഞ്ഞു. ശരി, നിന്നെ ഞാൻ അവിടെ കൊണ്ടുപോയി വിടാം. പക്ഷേ നീ പറഞ്ഞത് പൊളിയാണെങ്കിൽ ചാലിയാർ പുഴയിൽ താത്തും. ഞാൻ പറഞ്ഞത് ശരിയാ സർ, ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല, അവൾ പറഞ്ഞു. ശരി, കയറിക്കോ. വേണ്ട, മുൻസീറ്റിൽ ഇരുന്നാ മതി, പിന്നിൽ കയറുവാൻ ശ്രമിച്ച അവളോട് ഉസ്മാൻ പറഞ്ഞു. ഇക്കാലത്ത് ഒന്നിനെയും വിശ്വസിക്കാൻ കൊള്ളില്ല. കാർ സ്റ്റാർട്ട് ചെയ്ത് തിരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഉസ്മാൻ മന്ത്രിച്ചു. അവൾ പറഞ്ഞ ഹോട്ടലിന്റെ മുന്നിൽ ഉസ്മാൻ കാർ നിർത്തി. അവൾ പറഞ്ഞത് ശരിയായിരുന്നു. ഗേറ്റ് കടന്ന് അവൾ അകത്തേക്ക് കയറിപ്പോയി. ഉസ്മാൻ കാർ തന്റെ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി. മിനിറ്റുകൾക്കകം അത് പല ഭാഗങ്ങളായി. തന്റെ പഴയ കാർ എടുത്തുകൊണ്ട് ഉസ്മാൻ വീട്ടിലേക്ക് യാത്രയായി. വഴിയിൽ മോട്ടോർ സൈക്കിൾ ഇരിപ്പുണ്ടായിരുന്നു. കാർ നിർത്തിയ ശേഷം ഉസ്മാൻ മോട്ടോർ സൈക്കിൾ വഴിയരികിലുള്ള ഒരു ചെറിയ ചായപ്പീടികയുടെ ഓരത്ത് വെച്ചു. അവിടെ ബീഡി വലിച്ചുകൊണ്ടിരുന്ന ആളോട് മോട്ടോർ സൈക്കിൾ അടുത്ത ദിവസം എടുത്തുകൊള്ളാമെന്ന് പറഞ്ഞു. ഉസ്മാൻ വീട്ടിലെത്തിയപ്പോൾ ഷക്കീല വന്നിട്ടുണ്ടെന്ന് ആമിന പറഞ്ഞു. ഉറങ്ങിക്കിടന്ന തന്റെ വളർത്തുമകളെ നോക്കിയ ശേഷം ഉസ്മാൻ തന്റെ കിടക്കുമുറിയിൽ കിടന്നു. രാവിലെ ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഷക്കീലയ്ക്ക് ഒരു പുതിയ വർത്തമാനം പറയാനുണ്ടായിരുന്നു. വാപ്പച്ചി, ഇന്ന് പുതിയൊരു വാർത്തയുണ്ട്, അവൾ മുഖവരിയിട്ടു. എന്താ മോക്ക് പഴയ വാർത്തയുള്ളത്? ഉസ്മാൻ ചിരിച്ചു. അതല്ല, ജാതി സർട്ടിഫിക്കറ്റിന്റെ കാര്യം പറയാൻ പ്രിൻസിപ്പൽ വിളിച്ചു. എന്ത് ജാതി സർട്ടിഫിക്കറ്റോ? ഉസ്മാൻ ഒന്ന് പരിഭ്രമിച്ചു. അതേ വാപ്പച്ചി, ഉമ്മയും വാപ്പായും എൻ്റെ പേരും മുസ്ലിങ്ങളുടേത്, പക്ഷേ എഴുതിയിരിക്കുന്നത് ഹിന്ദു എന്ന്, അവൾ പറഞ്ഞു. അത് തെറ്റിയതാവാം, ഉസ്മാൻ ആമിനയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. എന്നാ അത് തിരുത്തണം വാപ്പച്ചി. അത് തിരുത്തണം അല്ലേ? വേണം വാപ്പച്ചി, അവൾ സാധാരണ മട്ടിൽ പറഞ്ഞു. നിനക്ക് ഹിന്ദുവാണോ മുസ്ലിമാണോ ഇഷ്ടം? ഉസ്മാൻ ചോദിച്ചു. അതെന്താ അങ്ങനെ ചോദിക്കുന്നത്? അവൾ ആഹാരപാത്രത്തിലെ നോട്ടം പിൻവലിച്ച് ഉസ്മാന്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. വെറുതെ മോളു പത്തിരി തിന്ന്. ഉസ്മാൻ വിഷയം മാറ്റി. വാപ്പച്ചി, കോളേജിലൊന്ന് വരണം, ഷക്കീല നിർബന്ധ രൂപേണ പറഞ്ഞു. വരാം മോളെ. ഉസ്മാന് പിന്നെ ഒന്നും പറയാനായില്ല. അന്ന് ഉച്ച തിരിഞ്ഞപ്പോൾ ഉസ്മാന്റെ വർക്ക്ഷോപ്പിൽ 2 പോലീസ് ഉദ്യോഗസ്ഥന്മാർ വന്നു. അവർ യൂണിഫോം ധരിച്ചിരുന്നില്ല. ഞങ്ങൾ കുറ്റാന്വേഷണ വകുപ്പിൽപ്പെട്ട ഉദ്യോഗസ്ഥന്മാരാണ്, അവർ സ്വയം പരിചയപ്പെടുത്തി. എന്താ, വണ്ടി നന്നാക്കാനുണ്ടോ? ഉസ്മാൻ യാതൊരു ചാഞ്ചല്യവും കൂടാതെ ചോദിച്ചു. അതിനല്ല, ഒരു വണ്ടിക്ക് വേണ്ടിയാണ് ഞങ്ങൾ വന്നത്, അവർ നിഷേധഭാവത്തിൽ പറഞ്ഞു. പുതിയതോ പഴയതോ? ഉസ്മാൻ വളരെ ലാഘവത്തോടെ അവരോട് ഇടപെട്ടു. അത്ര പഴയതുമല്ല, അത്ര പുതിയതുമല്ല. പിന്നെ ഞങ്ങൾക്ക് വേണ്ടത് 10-14 അംബാസഡർ കാറാണ്. അത് നന്നാക്കാൻ വന്നിട്ടില്ലല്ലോ. നന്നാക്കാൻ കൊടുത്തിട്ടുമില്ല. നിങ്ങൾ എന്താ അബടിയും പടിയും വെച്ച് സംസാരിക്കുന്നത്? കാര്യം പറ. ഉസ്മാൻ 12-13 സ്പാനർ എടുത്ത് ഒരു വണ്ടിയുടെ കാർബറേറ്റർ അഴിക്കുന്നതിന് ശ്രമിച്ചുകൊണ്ട് ചോദിച്ചു.
ഞങ്ങൾ ഇന്നലെ രാത്രി കാണാതായ ഒരു കാർ അന്വേഷിച്ചു വന്നാണ്. അവർ കാര്യത്തിലേക്ക് കടന്നു. ഓ, കാണാതായ കാറോ? അങ്ങനൊന്നും ഇവിടെ ഇല്ലല്ലോ. ഇവിടെ ഉള്ളതൊക്കെ ഇതാ കിടക്കുന്നു. അവർ ഷോപ്പിനുള്ളിൽ കടന്നു. 2 അംബാസഡർ കാർ അവിടെ കിടന്നിരുന്നു. ഇതിന്റെ നമ്പർ പ്ലേറ്റ്? അവരിൽ ഒരാൾ ചോദിച്ചു. അപ്പോൾസറി നോക്കിയിട്ട് പോരെ, അതിന് ബുക്കും മറ്റുമുള്ളതാ, ഉസ്മാൻ പറഞ്ഞു. ഇതല്ല. അവർ പിന്തിരിഞ്ഞു. പിന്നെ സാറന്മാരെ, കാര്യമൊക്കെ ശരിയാ. ആവശ്യമില്ലാതെ ഇതിനകത്ത് കയറരുത്. ഇത് കള്ളക്കമ്പനിയൊന്നുമല്ല, മെക്കാനിക് ഉസ്മാന്റെ വർക്ക്ഷോപ്പാ, മനസ്സിലായോ? ഇവർ സംസാരിച്ചിരിക്കുന്നത് മറ്റു ജോലിക്കാർ ശ്രദ്ധിച്ചതേയില്ല. അവർ അവരവരുടെ ജോലിയിൽ വ്യാപൃതരായിരുന്നു. അതെന്താ, മെക്കാനിക് ഉസ്മാൻ അത്ര വലിയ ആളാണോ? അതിലൊരാൾ ഉസ്മാന്റെ നേർക്കെടുത്തു. അതേ മോനെ. ഉസ്മാൻ സ്പാനർ വെച്ച ശേഷം ഷർട്ടിന്റെ കൈ പിന്നോട്ട് തെറുത്തു കയറ്റി. ഞങ്ങൾ ആരാണെന്ന് മനസ്സിലായോ? അവർ കയർത്തു. അറിഞ്ഞുകൊണ്ട് തന്നെയാ. മര്യാദയ്ക്ക് ഇതിനുള്ളിൽ നിന്ന് പോകുന്നുണ്ടോ? അല്ലെങ്കിൽ എൻ്റെ കയ്യിലെ ഓയിലും ഗ്രീസും മുഖത്ത് പറ്റിക്കണോ? ദേഷ്യപ്പെടാതെ. ഞങ്ങൾ ഇന്നലെ രാത്രി മുക്കത്തിനടുത്ത് വെച്ച് കാണാതായ ഒരു കാർ തേടി വന്നതാണ്. ഉസ്മാനെ ഞങ്ങളുടെ മുതലാളിക്ക് അറിയാം. അവർ പഴയ ഭാവം മാറ്റി. നിങ്ങൾക്ക് മുതലാളിയോ? പോലീസുകാർക്ക് മുതലാളി ഇൻസ്പെക്ടർ അല്ലേ? ക്ഷമിക്കണം ഉസ്മാൻ, ഞങ്ങളുടെ മുതലാളിയും നിങ്ങളും തമ്മിൽ അറിഞ്ഞില്ലെങ്കിലും മോശക്കാരല്ല. നിങ്ങളല്ലാതെ ആ കാർ കൊണ്ടുപോകില്ല. ഏതു കാർ? 1014. ഇവിടെ വന്നാൽ ഞാൻ പിടിച്ചിടാം, പിന്നെ വിടത്തില്ല. വീണ്ടും അവിടെ ഒരു വിഹക വീക്ഷണം നടത്തിയ ശേഷം അവർ പുറത്തേക്ക് പോയി. വന്നിരിക്കണ് ഓരോരുത്തന്മാര് ഇങ്ങോട്ട്, കടുവയെ കിടിവ പിടിച്ചതുപോലെ. ഉസ്മാൻ പിറുപിറുത്തു. ഉസ്മാൻ കൊണ്ടുവരുന്ന കാർ ആര് വിചാരിച്ചാലും തിരിച്ചെടുക്കുക അസാധ്യമാണ്. അത്തരത്തിൽ അതിന്റെ ആകൃതിയും പ്രകൃതിയും ഞൊടിയിട കൊണ്ട് മാറ്റാൻ അയാൾ സമർത്ഥനാണ്. അവന്മാർ പോലീസാണോ ഇക്ക? ഒരു ജോലിക്കാരൻ ചോദിച്ചു. അല്ലെന്നേ, കണ്ടാൽ അറിഞ്ഞൂടെ. പോലീസാണെങ്കിൽ ഇങ്ങനെയാണോ അന്വേഷിക്കുന്നത്? ഉസ്മാൻ മറുപടി പറഞ്ഞു. അത് കഴിഞ്ഞ് വളരെ സാധാരണ മട്ടില് താൻ നന്നാക്കിക്കൊണ്ടിരുന്ന കാറിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അന്ന് രാത്രി ഉസ്മാനുമായി ഏറ്റുമുട്ടിയ ചെറുപ്പക്കാരൻ നാഗേന്ദ്രന്റെ ബംഗ്ലാവിലെത്തി. കൊച്ചമണി തമ്പുരാട്ടിയുടെ മൂത്ത സഹോദരനായ നാഗേന്ദ്രവർമ്മ വളരെ കാലം സിംഗപ്പൂരിലായിരുന്നു. അയാൾ അവിടെ ഒരു ഹോട്ടൽ നടത്തിയിരുന്നു. ഹോട്ടൽ നല്ല നിലയിലായപ്പോൾ വലിയ പണക്കാരനായി തീരുവാൻ മറ്റൊരു മാർഗം അവലംബിച്ചു. സിംഗപ്പൂർ കറൻസി അടിക്കുവാൻ പ്ലാൻ ചെയ്തു. തുടക്കത്തിലെ പിടിക്കപ്പെട്ടു. 5 കൊല്ലം ജയിലിൽ കിടന്നു. അവിടെ നിന്നും നാട്ടിലെത്തിയപ്പോൾ പാപ്പരായി കഴിഞ്ഞിരുന്നു. സഹോദരിയായ കൊച്ചമണി കുറെ സഹായിച്ചു. 15 കൊല്ലത്തിനു മുമ്പ് നാട്ടിൽ ആരംഭിച്ച ഒരു സ്കോച്ച് കമ്പനി ഇപ്പോഴും നഷ്ടത്തിലാണ് നടക്കുന്നത്. ഈ 15 കൊല്ലത്തിനുള്ളിൽ കുറെ കാലം സിംഗപ്പൂരിൽ പഴയ കേസുമായി ബന്ധപ്പെട്ടു പോകേണ്ടി വന്നു. ജഗദീഷ് ഇളയ സഹോദരനാണ്. അടുത്ത കാലത്താണ് അയാൾ നാഗേന്ദ്രന്റെ കൂടെ കൂടിയത്. എന്തോ ചില വലിയ പ്ലാനുകൾ അയാൾ തയ്യാറാക്കിയിട്ടുണ്ടെന്ന് ജഗദീഷിനെ വിശ്വസിപ്പിച്ചിരുന്നു. ജഗൻ, നാഗേന്ദ്രൻ വിളിച്ചു. ജഗദീഷ് തന്റെ മോട്ടോർ സൈക്കിൾ നന്നാക്കുകയായിരുന്നു. കാർ അവൻ കൊണ്ടുപോയി തൊലച്ചു. ആരാണത് കൊണ്ടുപോയതെന്ന് അറിഞ്ഞോ? ഇന്ന് 2 പേരെ വർക്ക്ഷോപ്പുകളിലെല്ലാം പറഞ്ഞു വിട്ടു. എങ്ങുമില്ല. എല്ലാ വർക്ക്ഷോപ്പിലും നോക്കിയോ? നോക്കി. ഇനി നോക്കാനൊന്നുമില്ല. എങ്കിൽ പിന്നെ നോക്കണ്ട. ഇനിയിപ്പോ എന്തു ചെയ്യും? ജഗദീഷ് ചോദിച്ചു. പോകാനുള്ളതെല്ലാം പോയി. ഇനി ഒറ്റ മാർഗമേ ഉള്ളൂ. നാഗേന്ദ്രൻ ഒരു ചുരുട്ടെടുത്ത് ചുണ്ടിൽ വെച്ച് ലൈറ്റർ തെളിച്ചു. എന്താണ്? ആ പ്രതിമ നമ്മുടെ കയ്യിൽ വരുത്തുക. ആ പ്രതിമയുമായി ബന്ധപ്പെട്ടല്ലേ 15 വർഷം മുമ്പ് അഞ്ജുവിനെ കാണാതായത്? ജഗദീഷ് തിരക്കി. അതെ, അവളെക്കുറിച്ച് യാതൊരു വിവരവുമില്ല. ആ സംഭവം എന്തായിരുന്നു? ജഗദീഷ് ആരാഞ്ഞു. ആ സംഭവത്തിന് ശേഷമാണല്ലോ ആ പ്രതിമയുടെ മാഹാത്മ്യം ഞാൻ അറിഞ്ഞത്. നാഗേന്ദ്രൻ തുടർന്നു. അഞ്ജുവിന് 5 വയസ്സായി കാണും. സ്കൂളിൽ നിന്നും അവളെ മോഷ്ടിച്ചു കൊണ്ടുപോയി. അവളെ കൂട്ടിക്കൊണ്ടുവരാൻ പോയ വേലക്കാരൻ വാസുക്കുട്ടിയെ കൊന്നു. കുട്ടിയെ തിരിച്ചു കിട്ടണമെങ്കിൽ ശ്രീരാമന്റെ പ്രതിമ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അളിയൻ ശ്രീരാമന്റെ പ്രതിമയുമായി പോയി. അവിടെ വെച്ച് പ്രതിമ ആവശ്യപ്പെട്ട ആൾ അഞ്ജുവിനെയും കൊണ്ടുവന്നു. ആ കാർ ആരോ മോഷ്ടിച്ചു കൊണ്ടുപോയി. പ്രതിമ അളിയൻ കൊടുത്തതുമില്ല. അഞ്ജുവിനെ കുറിച്ച് പിന്നീട് യാതൊരു വിവരവും കിട്ടിയില്ലേ? ഇല്ല. അന്വേഷണങ്ങൾ മുറയ്ക്ക് നടന്നു. യാതൊരു ഫലവും കിട്ടിയില്ല. ഇപ്പോ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ 20 വയസ്സ് കാണും. ഉണ്ടെങ്കിൽ നമ്മൾ അറിഞ്ഞേനെ. പ്രതിമയ്ക്കുള്ളിലെ രഹസ്യം എന്താണ്? ജഗദീഷ് ചോദിച്ചു. ഏതോ ഒരു വലിയ നിധി ക്ഷേത്ര പരിസരത്തുണ്ടെന്ന്
അതിൻ്റെ യഥാർത്ഥ സ്ഥാനമടങ്ങുന്ന ഒരു ലിഖിതം പ്രതിമയിലുണ്ട്. ആരാണിത് പറഞ്ഞത്? മരിച്ചുപോയ വിക്രമൻ നായർ. അയാൾക്ക് എങ്ങനെ അറിയാം? വർഷങ്ങളായി അയാൾ കൊട്ടാരം കാര്യദർശിയായിരുന്നു. ഭാഗം പിരിഞ്ഞപ്പോൾ അയാൾക്ക് 1,00,000 രൂപ കിട്ടി. അയാൾ പ്രതിമ കൈവശപ്പെടുത്താൻ ശ്രമിച്ചോ? ഇല്ല, അയാളുടെ കയ്യിൽ നിന്നും പ്രതിമയുടെ രഹസ്യം ചോർത്തിയെടുക്കാൻ ശ്രമിച്ചു. ആര്? ജഗൻ, ഞാൻ ഒരു ഭയങ്കര രഹസ്യം പറയാം. ഒരു കാരണവശാലും നീ പുറത്തു പറയരുത്. ജ്യേഷ്ഠൻ പറഞ്ഞിട്ടുള്ള രഹസ്യങ്ങൾ എന്തെങ്കിലും ഞാൻ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടുണ്ടോ? ജഗൻ ചോദിച്ചു. ഇല്ല, എനിക്ക് നിന്നെ വിശ്വാസമുണ്ട്. അതുകൊണ്ടല്ലേ ഞാൻ നിന്നെ എൻ്റെ പങ്കാളിയാക്കിയിരിക്കുന്നത്. അളിയനെ പിടിക്കാനുള്ള ചുമതല വരെ നിന്നെയല്ലേ ഏൽപ്പിച്ചത്? അതുപോട്ടെ, നിന്റെ കൂട്ടുകാരൻ വിശ്വസ്തനാണോ? അതെ. നീ പറഞ്ഞത് വലിയ അഭ്യാസിയാണെന്ന്. പിന്നെ കാർ നഷ്ടപ്പെട്ടത് എങ്ങനെ? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. എന്തോന്ന്? സാധാരണക്കാർക്കൊന്നും അവനെ എതിർക്കാൻ സാധ്യമല്ല. കരാട്ടയിൽ ബ്ലാക്ക് ബെൽറ്റാണ്. അതുപോലെ ബെൽറ്റുള്ളവർ വേറെ കാണില്ലേ? ഇവിടെ അവനെ വെല്ലാൻ ആരുമില്ല. പല കരാട്ടക്കാരും അവനോട് നേരിട്ട് തോറ്റിട്ടുള്ളതാണ്. പിന്നെ ഇതെങ്ങനെ സംഭവിച്ചു? അതാണ് ഞാനും ചിന്തിക്കുന്നത്. അവൻ തല്ലുകൊണ്ട് ഉള്ള കാര്യമൊക്കെ തുറന്നു പറഞ്ഞു കാണുമോ? ഹേയ്, പറയില്ല. ഒരുമിച്ച് പ്രവർത്തിച്ചുവെങ്കിലും ജഗദീഷ് നാഗേന്ദ്രനുമായി മനസ്സുകൊണ്ട് ചേർച്ചയിലല്ലായിരുന്നു. പ്രതിമയെ സംബന്ധിച്ചുള്ള രഹസ്യം ജഗദീഷിനും അറിയാമായിരുന്നു. എന്നാൽ വ്യക്തമായി അയാൾക്ക് അതൊന്നും അറിഞ്ഞുകൂടായിരുന്നു. എന്നാൽ കൊട്ടാരത്തെ ചുറ്റിപ്പറ്റി ഒരു വലിയ നിധിയുടെ കഥയുണ്ടെന്ന് അയാൾ അറിഞ്ഞിരുന്നു. ടിപ്പുവിന്റെ പടയോട്ടക്കാലത്ത് കൊട്ടാരത്തിലുണ്ടായിരുന്ന നിധി നിക്ഷേപങ്ങൾ ഒരു വലിയ വാർപ്പിനുള്ളിലാക്കി ക്ഷേത്രത്തിന്റെ പരിസരത്ത് എവിടെയോ കുഴിച്ചിട്ടുണ്ടെന്ന് ഒരു കഥയുണ്ട്. അത് ജഗദീശൻ കേട്ടിരുന്നു. നാഗേന്ദ്രനെ വർമ്മയുടെ മുന്നിൽ കുറ്റവാളിയാക്കി ചിത്രീകരിക്കുവാൻ ജഗദീഷും ശ്രമിക്കുന്നുണ്ടായിരുന്നു. ആ ലക്ഷ്യം മുൻനിർത്തിയാണ് വർമ്മയെ പിടിക്കാൻ പറഞ്ഞയച്ച കരാട്ടക്കാരനോട് നാഗേന്ദ്രനെ കുറിച്ച് മോശമായ അഭിപ്രായം പറയുവാൻ പ്രേരിപ്പിച്ചത്. ജഗദീഷ്, ഞാൻ അളിയനെ കാണാൻ പോകുന്നുണ്ട്, നാഗേന്ദ്രൻ പറഞ്ഞു. ഇപ്പോഴത്തെ ചുറ്റുപാടിൽ പോകാതിരിക്കുന്നതാണ് നല്ലത്. അതെന്താ? ജ്യേഷ്ഠനെ പറ്റി നല്ല അഭിപ്രായം അളിയനില്ല. നീ ഇതെങ്ങനെ അറിഞ്ഞു? വിക്രമൻ നായരെ കൊന്നത് ജ്യേഷ്ഠനാണെന്ന് അളിയന് ഉറപ്പുണ്ട്. അത് നീ ഏതു വിധത്തിലാണ് മനസ്സിലാക്കിയത്? ഞാനൊന്ന് ചോദിക്കട്ടെ. എന്താണ്? വിക്രമൻ നായരെ കൊന്നത് ജ്യേഷ്ഠനല്ലേ? ഞാൻ തന്നെ. വിക്രമൻ നായർ പ്രതിമയുടെ രഹസ്യം പറഞ്ഞില്ല അല്ലേ? അതെ, പക്ഷേ കുറെ എനിക്കറിയാം. ഒരു കാര്യം ചെയ്യാം. നിധിയുടെ പാതി എനിക്ക് തരികയാണെങ്കിൽ പ്രതിമ ഞാൻ കൊണ്ടുവന്ന് തരാം. തീർച്ചയായും. അല്ലെങ്കിൽ തന്നെ നീ എൻ്റെ അനുജനല്ലേ? പകുതി നിനക്ക് തന്നെയാണല്ലോ. ശരി, ഇന്നു മുതൽ ഞാൻ രംഗത്തിറങ്ങുന്നു. ജഗദീഷ് മോട്ടോർ സൈക്കിൾ സ്റ്റാർട്ട് ചെയ്ത് പരിശോധിച്ചു. ആ പ്രതിമ നീ കൊണ്ടുവന്നാൽ നമ്മൾ രക്ഷപ്പെട്ടു, നാഗേന്ദ്രൻ പറഞ്ഞു. ഞാൻ ഇന്ന് അവിടെ ഒന്ന് പോകുന്നുണ്ട്. പെങ്ങളുമായി അടുത്തുകൂടി ആ പ്രതിമ എവിടെയാണ് ഇരിക്കുന്നതെന്ന് കണ്ടുപിടിക്കട്ടെ. അത് കഴിഞ്ഞ പ്രതിമ എൻ്റെ കൈക്കുള്ളിൽ തന്നെ. ജഗദീഷ് നാഗേന്ദ്രനെ നോക്കിയ ശേഷം മോട്ടോർ സൈക്കിൾ സ്റ്റാർട്ട് ചെയ്ത് പുറത്തേക്ക് ഓടിച്ചുപോയി. അയാൾ നേരെ ജഗന്നാഥവർമ്മയുടെ വീട്ടിലേക്കാണ് പോയത്. അയാൾ ജഗന്നാഥവർമ്മയുടെ ബംഗ്ലാവിലെത്തി. 1-2 ദിവസം മുമ്പ് നടന്ന സംഭവത്തിൽ വർമ്മ പരീക്ഷീണനായി ഇരിക്കുകയായിരുന്നു. അളിയൻ എവിടെ? ജഗദീഷ് കൊച്ചമണി തമ്പുരാട്ടിയോട് ചോദിച്ചു. അകത്തുണ്ട്. നിൽക്കൂ ജഗദീഷ്, അവർ വിളിച്ചു. ജഗദീഷ് തിരിഞ്ഞു. അഞ്ജുവിൻ്റെ എന്തെങ്കിലും വിവരം ലഭിച്ചോ? അഞ്ജുവിൻ്റെ ഓർമ്മ അപ്പോഴും അവരെ കാർന്നു തന്നിരുന്നു. ഇല്ല, ഇപ്പോഴും അന്വേഷിക്കുന്നുണ്ട്. പിന്നെ ചേച്ചി, ഞാനൊരു കാര്യം പറഞ്ഞാൽ വിഷമിക്കരുത്. ജഗദീഷ് അടവൊന്നു മാറ്റി. എന്താണ്? ഇവിടെ ഒരു ശ്രീരാമ വിഗ്രഹമുണ്ടോ? ഉണ്ട്. അത് ഈ കുടുംബത്തിൽ വന്നത് മുതൽക്കല്ലേ ഈ കുഴപ്പങ്ങളൊക്കെ? കൊച്ചമണി തമ്പുരാട്ടി ആലോചിച്ചു നോക്കി. ആ പ്രതിമയാണ് വാസ്തവത്തിൽ തൻ്റെ മകളെ നഷ്ടപ്പെടുത്തിയത്. അതില്ലായിരുന്നെങ്കിൽ ഒരിക്കലും തൻ്റെ മകൾ അഞ്ജു നഷ്ടപ്പെടുകയില്ലായിരുന്നു. ഇനി അതൊക്കെ പറഞ്ഞിട്ട് യാതൊരു ഫലവുമില്ല, അവർ ചിന്തിച്ചു. ആ പ്രതിമ ഇനിയും ഇവിടെ ഇരുന്ന കൂടുതൽ കുഴപ്പങ്ങളുണ്ടാവും എന്നൊരു ജ്യോത്സ്യം പറഞ്ഞു. അങ്ങനെയാണോ? അതെ, എൻ്റെ അറിവിൽ ഒരു മന്ത്രവാദിയുണ്ട്, ജഗദീഷ് പറഞ്ഞു. കൊച്ചമണി തമ്പുരാട്ടിക്ക് മന്ത്രവാദത്തിൽ വലിയ വിശ്വാസമായിരുന്നു. എന്നാ നമുക്ക് അതൊന്ന് പരീക്ഷിക്കാം, അവർ അഭിപ്രായപ്പെട്ടു. അളിയനോട് സംസാരിക്ക്. ജഗദീഷ് അടുത്ത കരു നീക്കി. നീ തന്നെ പറഞ്ഞു നോക്ക്, നമുക്ക് ഒന്നിച്ചു പറയാം. കൊച്ചമണി തമ്പുരാട്ടി ജഗന്നാഥവർമ്മയുടെ മുറിയിൽ എത്തിക്കഴിഞ്ഞു.
ദേ ജഗദീഷ് വന്നിരിക്കുന്നു, അവർ പറഞ്ഞു. എന്തിന്? അവന് എന്തോ അത്യാവശ്യ കാര്യം പറയാനുണ്ടെന്ന്. എന്തോന്ന് അത്യാവശ്യം? അതൊക്കെ അവൻ പറയും. ഇത്ര കാര്യമായി അവൻ എന്താ പറയാനുള്ളത്? ഞാൻ വിളിക്കട്ടെ? വർമ്മ സമ്മതിച്ചു. കൊച്ചമണി ജഗദീഷിനെ വിളിച്ചു. അവൻ സന്തോഷത്തോടെ കയറി ചെന്നു. എന്താണ് നിനക്ക് പറയാനുള്ളത്? നിന്റെ ജ്യേഷ്ഠൻ എവിടെ? അവിടെയുണ്ട്. ഇടയ്ക്ക് നീ എങ്ങാനും കണ്ടോ? ഇല്ല. അയാളെക്കുറിച്ച് ഞാൻ ചില വിവരങ്ങളൊക്കെ അറിഞ്ഞു. എന്താണാവോ? ജഗദീഷ് ചോദിച്ചു. നിങ്ങൾ തമ്മിൽ ജ്യേഷ്ഠാനുജന്മാരല്ലേ? പിന്നെ ഇത് നിങ്ങളുടെ സഹോദരിയും. അതുകൊണ്ട് ഞാൻ അതേക്കുറിച്ച് പറയുന്നില്ല. എന്തെങ്കിലും തെറ്റിദ്ധാരണ മൂലമാണെങ്കിൽ അതൊക്കെ പോട്ടെ. നീ എന്തിനാ വന്നത്? ഞാൻ വന്നത് ഒരു പ്രധാന കാര്യം പറയാനാണ്. എന്ത്? ഇവിടെ ഒരു പ്രതിമ ഉണ്ട്, ശ്രീരാമന്റെ. അത് കാരണം ചില ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആര് പറഞ്ഞു? ഞാൻ പ്രശ്നം വെച്ച് നോക്കി. നേരോ? വർമ്മ ആകാംക്ഷയോട് ചോദിച്ചു. മന്ത്രവാദത്തിലും ജ്യോത്സ്യത്തിലും വർമ്മയ്ക്ക് വലിയ വിശ്വാസമുണ്ടായിരുന്നു. അതെ, അതുമൂലം ഇവിടെ വലിയ അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്ന് അയാൾ പറഞ്ഞു. അങ്ങനെയോ? അതിനെന്താണ് ഒരു പ്രതിവിധി? ഞാൻ വഴിയുണ്ടാക്കാം. ആ ജ്യോത്സ്യൻ ഇവിടെ വന്ന് ചില കർമ്മങ്ങൾ ചെയ്താൽ മതി. എങ്കിൽ നഷ്ടപ്പെട്ട എൻ്റെ മകളെ തിരിച്ചു കിട്ടുമോ? ചിലപ്പോൾ നടന്നേക്കും. എങ്കിൽ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. നിനക്ക് ഇഷ്ടമുള്ളപ്പോൾ ആളെ കൂട്ടിക്കൊണ്ടു പോന്നോളൂ. വർമ്മ സമ്മതിച്ചു. കൊച്ചമണിക്കും അത് സന്തോഷപ്രദമായ കാര്യമായിരുന്നു. ജഗദീഷ് വളരെ ആഹ്ലാദത്തോടെയാണ് അവിടെ നിന്നും യാത്രയായത്. അവൻ അവിടെ നിന്ന് നേരെ ഒരു മന്ത്രവാദിയുടെ അടുത്തേക്ക് പോയി. നീലകണ്ഠൻ എന്നു പേരുള്ള ഒരു മന്ത്രവാദി. പലതരത്തിലുള്ള ആഭിചാര പ്രവൃത്തികളുടെയും മൂർത്തീകരണമായിരുന്നു. ഒന്ന് രണ്ട് തവണ അയാൾ ജയിൽ ശിക്ഷ വരെ അനുഭവിച്ചിട്ടുണ്ട്. ഒരിക്കൽ നിധിക്ക് വേണ്ടി ഒരു പിഞ്ചു കുഞ്ഞിനെ ബലി കഴിച്ച കേസിൽ അയാൾ പ്രതിയായിരുന്നു. ആ സംഭവത്തോടുകൂടി അയാൾ കുപ്രസിദ്ധനായെങ്കിലും വളരെ നീചവും നിഷ്ഠൂരമായ ആഭിചാരങ്ങൾക്കായി ആളുകൾ പരമരഹസ്യമായി അയാളെ സമീപിച്ചിരുന്നു. ഏതെങ്കിലും ഒരു ഗൃഹത്തിൽ മന്ത്രവാദം ചെയ്യുവാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ ചില കാര്യങ്ങൾ മുൻകൂട്ടി ചെയ്യും. ഒരു മൺകുടത്തിൽ കോഴിത്തല, മുട്ട, തലമുടി എന്നിവയും ചുണ്ണാമ്പും മഞ്ഞളും കൂടി അരച്ച് കലക്കി ഉണ്ടാക്കിയ ചുവന്ന ദ്രാവകവും കൂട്ടിക്കലർത്തി ആ വീടിന്റെ പരിസരത്ത് എവിടെയെങ്കിലും രഹസ്യമായി കുഴിച്ചിടും. അത് ചെയ്യുവാൻ അയാൾക്ക് ഏജന്റുമാരുണ്ട്. അതിനുശേഷമാണ് മന്ത്രവാദം നടത്തുക. കർമ്മങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അയാൾ തുള്ളിക്കൊണ്ട് ആ പുരയിടത്തിൽ ഇന്ന ഭാഗത്ത് കുഴിക്കുവാൻ ആവശ്യപ്പെടും. വീട്ടുടമസ്ഥൻ കുഴി കുഴിച്ച് പരിശോധിക്കുമ്പോൾ കുടം കണ്ടുകിട്ടും. അത് തുറന്നു നോക്കുമ്പോൾ ഞെട്ടിധരിച്ചു പോകും. മന്ത്രവാദിയുടെ കഴിവിനെ പ്രശംസിക്കുകയും ഉദ്ദേശിച്ചതിൽ കൂടുതൽ പാരിതോഷികം നൽകുകയും ചെയ്യും. ഇതാണ് നീലകണ്ഠൻ ജ്യോത്സ്യൻ എന്ന മാന്ത്രികന്റെ പതിവ്. അതുകൊണ്ട് അന്ധവിശ്വാസികളായ ആളുകൾക്ക് അയാൾ ഒരു ആശ്വാസ കേന്ദ്രമായിരുന്നു. നീലകണ്ഠൻ മന്ത്രവാദി എന്ന പേര് പഴമക്കാർക്ക് നന്നായി അറിയാം. കുട്ടികൾ വയറുവേദന എടുത്ത് കരഞ്ഞാൽ അവർ ആശുപത്രിയിൽ പോകുന്നതിന് പകരം നീലകണ്ഠന്റെ ചരട് ജപിച്ചു വാങ്ങാൻ ഓടും. ജഗദീഷ് മന്ത്രവാദിയുടെ വീട്ടിലെത്തിയപ്പോൾ അയാൾ ചാരുകസേരയിൽ കിടന്ന് മയങ്ങുകയായിരുന്നു. ഒരു നോട്ടത്തിൽ ആരും ആ രൂപം കണ്ട ഭയന്നു പോകും. ഒരു അസ്ഥികൂടം ചാരി വെച്ചിരിക്കുന്നത് പോലെയാണ് അയാൾ കസേരയിൽ കിടക്കുക. മാറിൽ ഒന്തി നിൽക്കുന്ന അസ്ഥികൾ, ഞാന്നു കിടക്കുന്ന കൈകൾ, മെലിഞ്ഞുണങ്ങിയ വിരലുകൾ, കുഴിഞ്ഞ കണ്ണുകളിൽ ഇരുളമരുന്നു, ഒട്ടിയ കവിളിൽ ഉണങ്ങിക്കരിഞ്ഞ രോമങ്ങൾ. ജഗദീഷിനെ കണ്ടപ്പോൾ നീലകണ്ഠൻ കൺപോളകൾ അകത്തി നോക്കി. ഒരു കുറുനരിയുടെ നോട്ടമായിരുന്നു അത്. കൗശലക്കാരനായ ഒരു കുറുനരിയുടേത്. ഇരിക്കൂ, നീലകണ്ഠൻ പറഞ്ഞു. ജഗദീഷ് കസേരയിലിരുന്നു. ആദ്യമായി വരികയാണ് അല്ലേ? നീലകണ്ഠൻ ചോദിച്ചു. അതെ. എന്താ കാര്യം? പറയാം. എന്നെ അകമഴിഞ്ഞൊന്ന് സഹായിക്കണം. ജഗദീഷ് പോക്കറ്റിൽ നിന്ന് ഒരു 100 രൂപ നോട്ട് എടുത്ത് നീലകണ്ഠന് നൽകി. നോട്ട് കണ്ടപ്പോൾ ആ കണ്ണുകൾ തിളങ്ങി. തൻ്റെ മുന്നിൽ ഒരു വലിയ ഇര വന്ന് നിൽക്കുന്നതായി നീലകണ്ഠന് തോന്നി. അയാൾ കസേരയിൽ നിവർന്നിരുന്നു. പറയൂ. നീലകണ്ഠൻ ശ്രദ്ധയോടെ ഇരുന്നു. ജഗദീഷ് തൊണ്ട നനച്ചു. ഞാൻ പറയാൻ പോകുന്നത് വളരെ രഹസ്യമാണ്. സാരമില്ല, പറഞ്ഞോളൂ. ഇവിടെ ആരും പരസ്യമായ കാര്യം പറയാറില്ല. നീലകണ്ഠൻ നോട്ടിൽ നോക്കിക്കൊണ്ട് പറഞ്ഞു. എൻ്റെ അളിയൻ്റെ കയ്യിൽ ഒരു പ്രതിമയുണ്ട്. ശ്രീരാമന്റെ പ്രതിമയാണ്. ആ പ്രതിമയിൽ അളിയന് വലിയ വിശ്വാസമാണ്. എന്തു വില കൊടുത്താലും അദ്ദേഹം അത് മറ്റാർക്കും കൊടുക്കില്ല. അത് എങ്ങനെയെങ്കിലും കൈവശപ്പെടുത്തണം.
അതിനുള്ള വഴി പറഞ്ഞു തരണം. ജഗദീഷ് മുഖവരിയിട്ടു. ആലോചിക്കേണ്ട വിഷയമാണ്. നിങ്ങളുടെ അളിയന് മന്ത്രവാദത്തെ വിശ്വാസമുണ്ടോ? ഉണ്ട്. എങ്കിൽ കാര്യം എളുപ്പമാണ്. ആ പ്രതിമ എനിക്കൊന്ന് കാണണം. അതിന് ആദ്യം ഒരു സന്ദർഭം ഉണ്ടാക്കണം. വെറുതെ പ്രതിമ കാണണമെന്ന് പറയുന്നത് ശരിയല്ല. ഒരു കാര്യം ചെയ്യാം, ഒരു ഹോമം കഴിക്കണം. ഹോമത്തിൽ പ്രതിമ വെക്കണമെന്ന് പറയാം. അത് പറയാം. പ്രതിമ കണ്ടു കഴിഞ്ഞാൽ ബാക്കി കാര്യം ഞാൻ ഏറ്റു. പിന്നെ പ്രതിമ സ്വർണമാണോ? അല്ല, പഞ്ചലോഹമാണ്. അതിനുള്ള പ്രത്യേകത എന്താണ്? ആ പ്രതിമ സത്യത്തിൽ ഞങ്ങളുടെ കുടുംബവകയാണ്. എൻ്റെ സഹോദരിയെ വിവാഹം കഴിച്ചു കൊടുത്തപ്പോൾ സഹോദരിയുടെ വീതമായി കൊടുത്തതാണ് ആ പ്രതിമ. അത് നിങ്ങൾക്ക് വേണമായിരിക്കും അല്ലേ? നീലകണ്ഠൻ ഒരു കള്ളച്ചിരിയോടെ ചോദിച്ചു. അതെ. ആദ്യത്തെ കർമ്മത്തിൽ എനിക്ക് പ്രതിമ കാണണം. രണ്ടാമതൊരു കർമ്മം ഞാൻ ചെയ്യും. അതിൽ പ്രതിമ നിങ്ങളുടെ കയ്യിൽ വന്നു ചേരും. ശരി, ഞാൻ അവിടെ ചെന്ന് അളിയനുമായി ആലോചിച്ച് വിവരം അറിയിക്കാം. ജഗദീഷ് എണീറ്റു. ജഗദീഷിന്റെ അഭിപ്രായത്തോടെ വർമ്മയും കൊച്ചുതമ്പുരാട്ടിയും യോജിച്ചു. ഈ ഹോമം നടത്തിയാൽ മകളെ തിരിച്ചു കിട്ടുമോ? കൊച്ചമണി ഭർത്താവിനോട് ചോദിച്ചു. ചില നിർനിയമത്തങ്ങൾ മാറുമ്പോൾ എല്ലാം മംഗളമായി വഹിക്കും, വർമ്മ പറഞ്ഞു. ആ പ്രതിമയാണ് എല്ലാറ്റിനും കാരണം. അവൾ തലയ്ക്ക് കൈ കൊടുത്തുകൊണ്ട് പറഞ്ഞു. ഞാൻ ആലോചിക്കുന്നതേ അതല്ല. 15 വർഷങ്ങൾക്ക് ശേഷം ഈ കാര്യം വീണ്ടും ഉയർന്നതിലാണ് അത്ഭുതം, വർമ്മ അഭിപ്രായപ്പെട്ടു. ചിലപ്പോൾ നല്ലതിനായിരിക്കും. പ്രതിമയെ ചുറ്റിപ്പറ്റി ഇത് നടക്കുന്നതാണ് അത്ഭുതം. അന്ന് 5 നഷ്ടപ്പെട്ടത് ഈ പ്രതിമ കാരണമാണ്. അത് കേട്ടപ്പോൾ കൊച്ചമണി അകത്തേക്ക് പോയി. മറക്കുവാൻ ശ്രമിച്ചത് വീണ്ടും ഉണർന്നെഴുന്നേൽക്കുകയാണ്. ഇവിടെ നടക്കുന്ന ഹോമത്തെക്കുറിച്ച് കേരളവർമ്മയെ അറിയിക്കേണ്ടേ? വർമ്മ ഭാര്യയോട് ചോദിച്ചു. വേണം, തീർച്ചയായും. ജഗന്നാഥവർമ്മ കേരളവർമ്മയെ ഫോണിൽ വിളിച്ച് വിവരം പറഞ്ഞു. അദ്ദേഹവും വരുന്നുണ്ടെന്ന് അറിയിച്ചു. ഒരു വെള്ളിയാഴ്ച രാത്രി 8 മണിക്ക് ഹോമം ആരംഭിച്ചു. അവിടെ നടക്കുവാൻ പോകുന്ന ഹോമത്തെക്കുറിച്ച് ജഗന്നാഥവർമ്മ പോലീസിനെ അറിയിച്ചിരുന്നു. പ്രതിമയെക്കുറിച്ച് പരാമർശമുണ്ടായതുകൊണ്ട് തൻ്റെ സുഹൃത്തായ SP ഇസ്മയിലിനോട് അദ്ദേഹം വിവരം പറഞ്ഞു. 15 കൊല്ലങ്ങൾക്ക് മുമ്പ് അഞ്ജുവിനെ കാണാതായ അവസരത്തിലുണ്ടായിരുന്ന ഡിറ്റക്റ്റീവ് ഉദ്യോഗസ്ഥനായ പുഷ്പരാജ് ഉദ്യോഗക്കയറ്റം ലഭിച്ച് അദ്ദേഹവും SP ആയി ഉയർന്നിരുന്നു. വർമ്മയുടെ 2 സുഹൃത്തുക്കളായി അഭിനയിച്ചാണ് അവർ വന്നത്. 2 പേരും തമിഴ് സന്യാസിമാരുടെ വേഷം ധരിച്ചിരുന്നു. മന്ത്രവാദി നീലകണ്ഠൻ സന്യാസിമാരുമായി പരിചയപ്പെട്ടു. മന്ത്രവാദത്തിന് തമിഴ്നാട്ടിൽ വലിയ പ്രചാരമാണെന്ന് സന്യാസിമാർ പറഞ്ഞു. ഹോമം ആരംഭിച്ചു. ഹോമകുണ്ടത്തിൽ അഖിൽ, ചന്ദനം എന്നിവയുടെ വിറകുതുണ്ടുകൾ എരിഞ്ഞു പുക പരത്തി. ആ പ്രതിമ കൊണ്ടുവരണം, നീലകണ്ഠൻ കൽപ്പിച്ചു. ജഗന്നാഥവർമ്മ പ്രതിമ എടുത്തുകൊണ്ടുവന്നു. നീലകണ്ഠൻ അത് വാങ്ങി പരിശോധിച്ചു. പരിശോധനയ്ക്കിടയിൽ അയാൾ തൻ്റെ കൈവശമുണ്ടായിരുന്ന മെഴുകുപാളിയിൽ അതിൻ്റെ ആകൃതി അമർത്തി. 2 മണിക്കൂർ നീണ്ടുനിന്ന ഹോമത്തിനു ശേഷം നീലകണ്ഠൻ യാത്ര പറഞ്ഞിറങ്ങി. അയാളോടൊപ്പം ജഗദീഷും പോയി. എന്തായിരിക്കും ഇവരുടെ ലക്ഷ്യം? വർമ്മ ഡിറ്റക്റ്റീവ് പുഷ്പരാജിനോട് ചോദിച്ചു. ആ പ്രതിമ കൈവശത്താക്കുക. അദ്ദേഹം മറുപടി നൽകി. ഈ പ്രതിമയുടെ രഹസ്യം എവിടെയാണുള്ളത്? ഇസ്മയിൽ ചോദിച്ചു. ആരോ വ്യക്തമായി അതേക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ട്. ആരായിരിക്കും അത്? ഇവരിൽ കൂടി അത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞേക്കും. 2 ദിവസം കഴിഞ്ഞ് ജഗദീഷ് ഒരു പുതിയ വിവരം നാഗേന്ദ്രനെ ധരിപ്പിച്ചു. ഷക്കീല പഠിക്കുന്ന കോളേജിൽ നിന്നാണ് അയാൾക്ക് ആ വിവരം ലഭിച്ചത്. ഷക്കീല മുസ്ലിം കുട്ടിയല്ല. ഹേയ്, നിന്നെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണ്. എല്ലാം വിവരിച്ചു കേട്ട ശേഷം നാഗേന്ദ്രൻ ജഗദീഷിനോട് പറഞ്ഞു. അല്ല, ആ കോളേജിലെ ക്ലർക്കാണ് പറഞ്ഞത്. ജ്യേഷ്ഠൻ പറഞ്ഞപ്പോൾ മുതൽ ഞാൻ ഉസ്മാനെ ശ്രദ്ധിച്ചു വരികയായിരുന്നു. അയാൾക്ക് ഒരു മകളുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അവളുടെ കോളേജിൽ വട്ടമിട്ടു. അങ്ങനെ ഇരിക്കെ ക്ലർക്കിനെ പരിചയപ്പെട്ടു. അയാൾ പറഞ്ഞു അത് ഉസ്മാന്റെ മകളല്ലെന്ന്. അങ്ങനെയാണ് സംശയം ബലപ്പെട്ടത്. പിന്നെ ഷക്കീല എന്ന പേരോ എന്തോ വിചിത്രമായിരിക്കുന്നു. അതുപോട്ടെ, ഉസ്മാന്റെ സംരക്ഷണയിലാണോ അവൾ വളരുന്നത്? നാഗേന്ദ്രൻ ചോദിച്ചു. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതെങ്ങനെ തീർച്ചയുണ്ട്? ആ പെൺകുട്ടിയുടെ രക്ഷകർത്താവ് ഉസ്മാനാണ്. അയാളാണ് അവളെ ഹോസ്റ്റലിലാക്കിയിരിക്കുന്നത്. ഇപ്പോൾ അവക്കൊരു പത്മിനിയും വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തോ രഹസ്യമുണ്ട്. അപ്പോൾ പെണ്ണ് ഹിന്ദുവാണല്ലോ. അതെ, അതാണ് അത്ഭുതമായിരിക്കുന്നത്. ആ പെണ്ണിന് എന്ത് പ്രായം വരും? 20 വയസ്സിൽ കൂടില്ല. രക്ഷകർത്താക്കൾ മുസ്ലിമും പെണ്ണ് ഹിന്ദുവും. ഇതിലെന്തോ കള്ളക്കളിയും
ഇതിൻ്റെ രഹസ്യം അറിയാൻ എന്താണ് വഴി? നാഗേന്ദ്രൻ ചോദിച്ചു. അതിനൊക്കെ ഞാൻ വഴിയുണ്ടാക്കാം. അതെങ്ങനെ? ആ പെണ്ണിനെ കടത്തിക്കൊണ്ടുവരണം. ആര്? ഞാനും ആ കരാട്ടക്കാരനും കൂടി വിചാരിച്ചാൽ നടക്കും. ഉസ്മാൻ അറിയരുത്. ഉസ്മാൻ അറിയിച്ചിട്ടാണോ പെണ്ണിനെ തട്ടിക്കൊണ്ടുവരുന്നത്? അതെങ്ങനെയാ സാധിക്കുക? നാഗേന്ദ്രൻ ഉറപ്പുവരുത്താനായി ഒന്നുകൂടി ചോദിച്ചു. ആ പെണ്ണ് ഹോസ്റ്റലിൽ നിന്നും ചിലപ്പോൾ തനിയെ കാർ ഡ്രൈവ് ചെയ്ത് വീട്ടിലേക്ക് പോകാറുണ്ട്. അത് പകലല്ലേ? ചിലപ്പോൾ രാത്രിയിലും പോകാറുണ്ട്. രാത്രിയിൽ പോയാൽ ഞാൻ രക്ഷപ്പെട്ടു. അതുതന്നെയാ ഞാനും പ്ലാൻ ഇട്ടിരിക്കുന്നത്, ജഗദീഷ് പറഞ്ഞു. അതിന് അവൾ എന്നാ രാത്രിയിൽ പോകുന്നത്? മിക്കവാറും ഉണ്ട്. കൂടുതലും വ്യാഴാഴ്ച അങ്ങോട്ടും ഞായറാഴ്ച ഇങ്ങോട്ടുമാണ്. അത് നോക്കിയാൽ മതി. ഈ ഉസ്മാൻ ഒരു വല്ലാത്തവനും അവന്റെ പിന്നിൽ എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ട്, ജഗദീഷ് അഭിപ്രായപ്പെട്ടു. എന്തോന്ന്? ആ മോട്ടോർ മെക്കാനിക് ഇത്ര വലിയ പണക്കാരനാവുന്നത് എങ്ങനെയാ? അതിൽ വലിയ അർത്ഥമൊന്നുമില്ല. നല്ല ജോലി അറിയാവുന്നവർ പണമുണ്ടാക്കും. നിന്നെപ്പോലെയാണോ? അതെന്താ ജേഷൻ അങ്ങനെ പറഞ്ഞു കളഞ്ഞത്? അല്ല, നമ്മളൊക്കെ എന്ന് കൂട്ടിക്കോളൂ. അതൊക്കെ പോട്ടെ. ഞാൻ അവളെ തട്ടിക്കൊണ്ടുവന്നാൽ എനിക്കെന്ത് തരും? 5000 രൂപ ഇപ്പോൾ അഡ്വാൻസ്. നാഗേന്ദ്രൻ 2000 രൂപ ജഗദീശൻ നൽകി. പെണ്ണിനെ ഇവിടെ കൊണ്ടുവരണോ അതോ വല്ല ലോഡ്ജിലും എത്തിക്കണോ? ആൾ താമസമില്ലാത്ത ആ പഴയ കൊട്ടാരത്തിൽ കൊണ്ടുവന്നാൽ മതി. ഞാൻ അവിടെ കാണും. അവിടെ നമുക്ക് ഉസ്മാനെ വരുത്തുകയും ചെയ്യാം. അതൊരു നല്ല ഐഡിയ ആണ്. നാഗേന്ദ്രന്റെ കുടുംബവക ഒരു പഴയ കൊട്ടാരമുണ്ട്. 5 ഏക്കർ വരുന്ന ഒരു പുരയിടത്തിന്റെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ആ കൊട്ടാരം ചുറ്റും മതിൽക്കെട്ടുള്ള പുരയിടമായതുകൊണ്ട് വഴിയിൽ കൂടി പോകുന്നവർക്ക് മുഴുവൻ ഭാഗവും കണ്ടുകൂടാ. അത് ഒരു പ്രേതഭവനം പോലെ വർഷങ്ങളായി കിടക്കുകയാണ്. നാഗേന്ദ്രന്റെ ചില രഹസ്യങ്ങൾ ആ കൊട്ടാരത്തെ ചുറ്റിപ്പറ്റിയുണ്ട്. ജഗദീഷ് കാത്തിരുന്ന വെള്ളിയാഴ്ച വന്നു. അവനും കരാട്ടെ വിദഗ്ധനായ സ്നേഹിതനും കൂടി ഹോസ്റ്റലിന്റെ മുന്നിലുള്ള മാടക്കടയിൽ സിഗരറ്റും വലിച്ച് കാത്തിരുന്നു. ഒരു കാർ തയ്യാറാക്കിയിട്ടിട്ടുണ്ട്. മണി 7 കഴിഞ്ഞു. ഹോസ്റ്റലിന്റെ ഗേറ്റ് തുറക്കപ്പെട്ടു. ഷക്കീലയുടെ പ്രീമിയർ പത്മിനി ഗേറ്റിന് പുറത്ത് വന്നു. കാറിൽ അവൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവൾ തനിച്ചേ ഉള്ളൂ, ജഗദീഷ് കൂട്ടുകാരനോട് പറഞ്ഞു. ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ പേടിക്കേണ്ട, കരാട്ടെ വിദഗ്ധൻ ഉറപ്പു കൊടുത്തു. ഷക്കീലയുടെ കാർ വളവ് തിരിഞ്ഞു മറിഞ്ഞപ്പോൾ ജഗദീഷ് കാർ സ്റ്റാർട്ട് ചെയ്തു. സെക്കൻഡുകൾക്കുള്ളിൽ ജഗദീഷും കൂട്ടുകാരനും ഷക്കീലയുടെ ഫേറ്റ് കാർ കണ്ടു. നഗരാതിർത്തി വിട്ടപ്പോൾ ഷക്കീല കാറിന് വേഗത വർദ്ധിപ്പിച്ചു. കുറേ ദൂരം പിന്നിട്ടപ്പോൾ ഒരു കാർ അവളെ പിന്തുടരുന്നത് പോലെ അവൾക്ക് തോന്നി. അവൾ ആക്സിലേറ്റർ അമർത്തി. അപ്പോൾ ആ കാറിന് വേഗത കൂടി. ഒരു കൃത്യ ദൂരത്തിൽ അത് സഞ്ചരിക്കുകയാണെന്ന് അവൾക്ക് മനസ്സിലായി. 2 കിലോമീറ്റർ കൂടി പോയാൽ ആൾ സഞ്ചാരം കുറഞ്ഞ ഒരു സ്ഥലത്തെത്തുമെന്ന് അവൾക്കറിയാം. അവിടെ എത്തിയാൽ പിന്നിലത്തെ കാർ തൻ്റെ മുന്നിൽ കടന്നുപോയാൽ താൻ അപകടത്തിൽപ്പെട്ടേക്കുമെന്ന് അവൾക്ക് സംശയം ജനിച്ചു. അതുകൊണ്ട് ആ സ്ഥലത്തെത്തുമ്പോൾ വേഗത വർദ്ധിപ്പിക്കണമെന്ന് അവൾ തീരുമാനിച്ചു. ഡ്രൈവിംഗിൽ ഉസ്മാനെ പോലെ തന്നെ ഷക്കീലയും ഒരു ഇന്ദ്രജാലക്കാരിയായിരുന്നു. 1-2 വാഹനങ്ങൾ എതിരെ കടന്നുപോയി. ഇടയ്ക്ക് ഒരു കവല വന്നു. കാർ വീണ്ടും പിന്നിൽ തന്നെയുണ്ട്. 1 കിലോമീറ്റർ കഴിഞ്ഞാൽ ഇരുവശവും വയലുള്ള ഒരു സ്ഥലത്തെത്തും. ഷക്കീലയെ അകാരണമായ ഒരു ഭയം ബാധിച്ചു. തന്നെ ആരോ പിന്തുടരുന്നുണ്ട്. പത്രങ്ങളിൽ അടുത്ത കാലത്ത് വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ അവളുടെ ഹൃദയത്തിൽ നുഴഞ്ഞു കയറി. ഈ സമയം പിന്നിലുള്ള കാർ മുന്നിൽ കയറുവാൻ ഒരു ശ്രമം നടത്തി. പക്ഷെ ഷക്കീല വളരെ വിദഗ്ധമായി കാർ വലതുവശത്ത് ഓടിച്ച് അവരുടെ മുന്നിലുള്ള ഗമനത്തെ തടഞ്ഞു. അവൾ കാര്യം മനസ്സിലാക്കിയെന്ന് തോന്നുന്നു, ജഗദീഷ് കൂട്ടുകാരനോട് പറഞ്ഞു. അതെ അതെ, അതാണ് അവൾ വെട്ടിച്ചത്. അവളൊരു സൂത്രക്കാരിയാ. ഉസ്മാന്റെ ശിക്ഷണമല്ലേ, പിന്നെ എങ്ങനെ പാവമായിരിക്കും? കാർ വീണ്ടും വേഗതയിൽ പാഞ്ഞുകൊണ്ടിരുന്നു. ഈ സമയം പിന്നിൽ നിന്നും ഒരു ലോറി പാഞ്ഞു വന്നു. ജഗദീഷ് സൈഡ് കൊടുത്തു. ലോറി ആ 2 കാറുകളുടെയും ഇടയ്ക്കായി. ആ ലോറി അവളുടെ കാറിനെ ഓവർടേക്ക് ചെയ്യുകയാണെങ്കിൽ അതിന്റെ പിന്നാലെ നമുക്കും കയറണം. ഇനി ആ ഒരു മാർഗമേ നമുക്കുള്ളൂ, കരാട്ടെ വിദഗ്ധൻ പറഞ്ഞു. ലോറി അതിവേഗതയിൽ പാഞ്ഞ് കാറിനടുത്തെത്തി. അത് ലൈറ്റ് ഡിമ്മാക്കുകയും ബ്രൈറ്റ് ആക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ഷക്കീലയ്ക്ക് സൈഡ് കൊടുക്കാതിരിക്കാൻ നിവൃത്തിയില്ലാതെ വന്നു. അവൾ സൈഡ് കൊടുത്തതും ലോറി മുന്നിൽ കടന്നതും ഒപ്പമായിരുന്നു. പിന്നാലെ വന്ന കാർ മുന്നിൽ കടക്കാൻ ശ്രമിച്ചെങ്കിലും ഷക്കീല തന്ത്രപൂർവ്വം വലതുവശത്തേക്ക് നീക്കി രക്ഷപ്പെട്ടു. ജഗദീഷ് പല പണിയും നോക്കിയെങ്കിലും മുന്നിൽ കയറുവാൻ കഴിഞ്ഞില്ല. വീണ്ടും ഒരു ലോറി പാഞ്ഞു വന്നു. മുക്കത്തേക്ക് കൂപ്പിലേക്കുള്ള ലോറികൾ ധാരാളം ആ വഴിക്ക് പോകാറുണ്ടായിരുന്നു. അതുകൊണ്ട് ലോറികൾ സാധാരണമായിരുന്നു.
ആ വരുന്ന ലോറി നാം പാഴാക്കരുത്, കൂട്ടുകാരൻ ജഗദീഷിനെ ഓർമ്മിപ്പിച്ചു. ഇത്തവണ ഞാൻ തോൽക്കില്ല. ജഗദീഷ് ലക്ഷ്യം പിടിച്ചിരുന്നു. ലോറി കടന്നുപോയതും ഞൊടിയിടയിൽ അതിന്റെ പിന്നാലെ കാർ മുന്നിലെത്തിയതും ഒപ്പമായിരുന്നു. ഷക്കീലയ്ക്ക് കാര്യം പിടികിട്ടി. അവൾ കാറിന്റെ വേഗത കുറച്ചു. ജഗദീഷിന്റെ കാർ വന്ന വേഗതയിൽ കുറെ മുന്നോട്ടോടി. പിന്തിരിഞ്ഞു പോയാലോ എന്ന് ഷക്കീല ചിന്തിച്ചു. അവൾ കാർ തിരിക്കുവാൻ ഒരു ശ്രമം നടത്തിയപ്പോൾ പിന്നിൽ നിന്നും ഒരു ജീപ്പ് പാഞ്ഞു വന്ന് ബ്രേക്കിട്ടു. അടുത്ത നിമിഷം ജഗദീഷിന്റെ കാർ തിരികെ വന്ന് ബ്രേക്കിടുകയും ചെയ്തു. ഷക്കീല രണ്ട് വാഹനങ്ങൾക്കും നടുവിലായി. അവർ കാറിൽ നിന്ന് ചാടിയിറങ്ങി. ഷക്കീല ഇറങ്ങിയില്ല. കരാട്ടെ വിദഗ്ധൻ ഷക്കീലയുടെ കാറിന്റെ അടുത്തേക്ക് വന്നു. അവളെ പുറത്തിറക്കുവാൻ ശ്രമിച്ചു. അവൾ ചെറുത്തു നോക്കി. ഈ സമയം ജഗദീഷ് പോക്കറ്റിൽ നിന്നും ബോൾ പെൻ എടുത്ത് ടയറിന്റെ കാറ്റ് അഴിച്ചിവിടെ ഒരുങ്ങി. ഇത് കണ്ടുകൊണ്ട് ജീപ്പിൽ അത് ഡ്രൈവ് ചെയ്തു കൊണ്ടുവന്ന ചെറുപ്പക്കാരൻ ഇരിക്കുകയായിരുന്നു. അയാൾ ആ രംഗം കണ്ട് എന്തോ പന്തികേടുണ്ടെന്ന് മനസ്സിലാക്കി. അവിടെ നടക്കുന്നത് ഒരു കയ്യേറ്റമാണെന്ന് അയാൾക്ക് ബോധ്യപ്പെട്ടപ്പോൾ ജീപ്പിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. കാറിന്റെ പിന്നിൽ ടയറിന്റെ കാറ്റ് അഴിച്ചുവിടാൻ ശ്രമിക്കുന്ന ജഗദീഷിന്റെ അടുത്ത് വന്നു നിന്നു. ജഗദീഷ് വാൽവ് തപ്പുകയാണ്. എന്താണ് കാണിക്കുന്നത്? ജീപ്പ് ഡ്രൈവർ തിരക്കി. നിങ്ങളാരാ ചോദിക്കാൻ? ജഗദീഷ് കർക്കശ സ്വരത്തിൽ ചോദിച്ചു. നല്ല പണിയാണല്ലോ. അടുത്ത് നടന്നത് ഒരു തൊഴിയായിരുന്നു. ജഗദീഷ് പിന്നോട്ട് മലർന്നു വീണു. മണി, ഇതാ നിനക്കൊരു ഇര, ജഗദീഷ് കരാട്ടക്കാരനോട് പറഞ്ഞു. കരാട്ടെ മണി ജീപ്പ് ഡ്രൈവറുടെ നേർക്ക് തിരിഞ്ഞു. മണി ഡ്രൈവറെ ഇടിക്കാൻ ചെന്നു. അവൻ ആകാശത്തിൽ ഉയർന്നു താഴെ വന്നപ്പോൾ ജീപ്പ് ഡ്രൈവർ ഒരു ഫുട്ബോൾ പോലെ അവനെ വീണ്ടും മുകളിലേക്ക് ഉയർത്തി. തിരിച്ചു വന്നപ്പോൾ ഇരു കൈകളും കൊണ്ട് പിടിച്ച് ഇടതുവശത്തുള്ള വയലിലേക്ക് വലിച്ചെറിഞ്ഞു. അവൻ വയലിലെ ചെളിയിൽ വീഴുന്ന ശബ്ദം കേട്ടു. ജഗദീഷ് എണീറ്റ് വന്ന് അയാളോട് ഏറ്റുമുട്ടി. ജഗദീഷിനെ അയാൾ ഉയർത്തിയെടുത്ത് കരാട്ടെ മണിയെ എറിഞ്ഞ അതേ ലക്ഷ്യത്തിലേക്ക് എറിഞ്ഞു. ജഗദീഷ് മണിയുടെ ദേഹത്ത് പതിച്ചു. രണ്ടുപേരും വയലിലെ ചെളിയിലേക്ക് വീണ്ടും ചെന്ന് വീണു. ഇനി കയറി വന്നാൽ രണ്ടിനെയും കെട്ടിയിട്ട് ജീപ്പ് കയറ്റും, പറഞ്ഞേക്കാം, ജീപ്പ് ഡ്രൈവർ വിളിച്ചു പറഞ്ഞു. അതിനുശേഷം അവരുടെ കാർ ഒരു വശത്തേക്ക് തള്ളി മാറ്റിയിട്ടു. കുട്ടി ഏതാണ്? അയാൾ തിരക്കി. ഇവിടുന്ന് കുറെ ദൂരെ പോണം, ഷക്കീല പറഞ്ഞു. ഈ സമയത്ത് തനിയെ വന്നത് ശരിയായില്ല. ഞാൻ സാധാരണ വരാറുള്ളതാ, അവൾ മന്ത്രിച്ചു. ശരി, ഞാൻ കൊണ്ടുപോയി ആക്കാം. ഇവന്മാരുടെ ആൾക്കാർ ഇനിയും കാണും. അയാൾ ജീപ്പ് റോഡിന്റെ ഒരു വശത്തേക്ക് മാറ്റിയിട്ട ശേഷം ഷക്കീലയുടെ കാറിൽ കയറി. കാർ വിട്, അയാൾ ആജ്ഞാസ്വരത്തിൽ പറഞ്ഞു. അവൾ മടിച്ചിരുന്നു. പേടിക്കണ്ട, ഞാനിവിടുത്തെ സബ് ഇൻസ്പെക്ടറാ, പേര് ഹനീഫ. അറിയാതെ അവളുടെ കൈ കാറിനുള്ളിലെ ലൈറ്റ് സ്വിച്ചിൽ അമർന്നു. ലൈറ്റ് തെളിഞ്ഞപ്പോൾ അവൾ ഹനീഫയെ കണ്ടു. സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ. കറുത്ത പാൻസും വെള്ളയിൽ കറുത്ത കളറുമുള്ള ഷർട്ടുമാണ് വേഷം. അനുസരണയില്ലാത്ത തലമുടി നെറ്റിയിലേക്ക് ഊർന്നു കിടക്കുന്നു. നേരിയ മേൽമീശ. എന്താ നോക്കുന്നത്? കാർ വിട്, ഹനീഫ പറഞ്ഞു. പെട്ടെന്ന് അവൾ ലജ്ജിച്ച് ലൈറ്റ് കെടുത്തി വണ്ടി സ്റ്റാർട്ടാക്കി. കാർ മുന്നോട്ട് പോയി. കാറിൽ ഇരുട്ടാണെങ്കിലും ഷക്കീലയുടെ മുഖം ഹനീഫയുടെ ഉള്ളിൽ നിറഞ്ഞു നിന്നു. കരി എഴുതാത്ത മനോഹരമായ കണ്ണുകൾ, ഇന്ദ്രധനുസിനെ തോൽപ്പിക്കുന്ന പുരികക്കൊടികൾ, ചുവന്ന പട്ടുനൂൽ പോലെയുള്ള അധരങ്ങൾ, യൗവനത്തിന്റെ തുടിപ്പാർന്ന കവിൾത്തടങ്ങൾ. സാങ്കല്പിക ചിത്രങ്ങളിൽ കാണാറുള്ള സുന്ദരിയെയാണ് അപ്പോൾ ഹനീഫ ഓർമ്മിച്ചത്. കുട്ടി എവിടെ നിന്ന് വരുന്നു? ഹനീഫ ചോദിച്ചു. ഹോസ്റ്റലിൽ നിന്ന്. ഹോസ്റ്റലിൽ നിന്നോ? അതെ. ഏത് ഹോസ്റ്റലിൽ? അവൾ ആ ഹോസ്റ്റലിന്റെ പേര് പറഞ്ഞു. അപ്പോൾ കോളേജിൽ പഠിക്കുകയാണല്ലേ? അതെ. കൊള്ളാമല്ലോ. ഇംഗ്ലീഷ് പടം കാണാറുണ്ടല്ലേ? ഹനീഫ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ചിലപ്പോ. അതാ ഇങ്ങനെയുള്ള ത്രില്ലൊക്കെ ഞാൻ കുറേ നേരമായി ശ്രദ്ധിക്കുന്നു. അവസാനം കാണാനുള്ള ആഗ്രഹം കൊണ്ടാണ് പിന്നാലെ പോന്നത്. അവൾക്ക് ചിരി പൊട്ടിപ്പോയി. എന്താ ചിരിക്കുന്നേ? ഹനീഫ ചോദിച്ചു. വെറുതെ. ഇതൊക്കെയാണെങ്കിലും പേര് പറഞ്ഞില്ലല്ലോ, ഹനീഫ തിരക്കി. ഷക്കീല. അത് പറയുമ്പോൾ അവളുടെ ഹൃദയം തുടികൊട്ടി. ഒരു മുസ്ലിം പെണ്ണ് ഈ രാത്രിയിൽ കാർ ഓടിക്കുകയോ? ഹനീഫ ചോദിച്ചു. മുസ്ലിം പെൺകുട്ടിക്ക് കാർ ഓടിച്ചാലെന്താ എന്ന് അവൾ ചോദിക്കാൻ ഭാവിച്ചു. പണ്ട് സുൽത്താന റസിയ നാട് ഭരിച്ചില്ലേ? പടക്കളത്തിൽ ഇറങ്ങിയില്ലേ? പക്ഷെ അവൾ മൗനിയായിരുന്നു. വാപ്പായുടെ പേരെന്താ? മെക്കാനിക് ഉസ്മാൻ എന്ന് പറഞ്ഞ അറിയും, അവൾ മറുപടി നൽകി. ഓഹോ, അറിയും. ഉസ്മാൻ സാഹിബിനെ അറിയാത്തവരുണ്ടോ? ഹനീഫയ്ക്ക് ഷക്കീലയെ പരിചയപ്പെട്ടതിൽ സന്തോഷം തോന്നി. ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ എന്തു ചെയ്തേനെ? അവൾ തിരക്കി. അതിന് അവൾ മറുപടി നൽകിയില്ല.
എന്ത് മറുപടി പറയണമെന്ന് അവൾക്ക് അറിഞ്ഞുകൂടായിരുന്നു. കാണിച്ചത് മോശമായി, ഹനീഫ വീണ്ടും അവളോട് പറഞ്ഞു. കാർ ഒരു വലിയ കെട്ടിടത്തിന്റെ ഗേറ്റ് കടന്ന് പോർച്ചിൽ നിന്നു. ആമിന വന്ന് വാതിൽ തുറന്നു. ഷക്കീലയുടെ കൂട്ടത്തിൽ അപരിചിതനായ ഒരു ചെറുപ്പക്കാരനെ കണ്ടപ്പോൾ ആമിന പരിഭ്രമിച്ചു. ദേ, ആരോ വന്നിരിക്കുന്നു, ആമിന അകത്തേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു. ഉസ്മാൻ സ്വീകരണ മുറിയിലേക്ക് വന്നു. അയ്യോ, ഇതാര്, സാറോ? ഉസ്മാൻ ഹനീഫയെ സ്വീകരിച്ചു. ഷക്കീല അകത്തേക്ക് പോയി കളഞ്ഞു. എന്താ, ഓള് വല്ല കുഴപ്പമുണ്ടാക്കിയോ? ഉസ്മാൻ ചോദിച്ചു. ഉണ്ടാക്കിയാനെ, ഹനീഫ ചിരിച്ചു. എന്താ ഷക്കീലെ, മോളെ ഇവിടെ വാ, ഉസ്മാൻ വിളിച്ചു. ഒന്നുമില്ല വാപ്പച്ചി, അവൾ വിളിച്ചു പറഞ്ഞു. ചുമ്മാ ഇൻസ്പെക്ടർ സാർ വീട്ടിൽ വരുമോ? വണ്ടി വല്ലവരുടെയും പുറത്തു കയറ്റിയോ? ഉസ്മാൻ ഹനീഫയോട് ചോദിച്ചു. അങ്ങനെയാണെങ്കിൽ സാരമില്ലായിരുന്നു, ഹനീഫ അല്പം ഗൗരവത്തിൽ പറഞ്ഞു. അപ്പോ സംഗതി ഇത്തിരി കാര്യമുള്ളതാണല്ലോ. ഷക്കീലെ, ഇവിടെ വാ. അവൾ നൈറ്റ് ഗൗൺ ധരിച്ച് ഇറങ്ങി വന്നു. ആ വേഷത്തിൽ അവൾ വീണ്ടും സുന്ദരിയായതുപോലെ ഹനീഫയ്ക്ക് തോന്നി. എന്താണുണ്ടായത് പെണ്ണെ, തെളിച്ചു പറ, ഉസ്മാൻ നിർബന്ധിച്ചു. പറയാം വാപ്പച്ചി, അവൾ ഹനീഫയെ ഒളികണ്ണിട്ട് നോക്കി. എന്നാ ഒന്നങ്ങ് പറഞ്ഞു തൊലക്കി, ഉസ്മാൻ അക്ഷമനായി. ഇങ്ങോട്ട് വന്നപ്പോ രണ്ടുപേർ എന്നെ പിടിക്കാൻ വന്നു. അത്രയ്ക്കായോ? ആരാ അവന്മാര്? ഉസ്മാന്റെ മോളെ ഉപദ്രവിക്കാൻ ആരാ ഉണ്ടായത്? അവൻ പിന്നെ ഉമ്മാനെ കാണൂല. ആരാന്ന് അറിഞ്ഞുകൂടാ, കാറിലാ വന്നത്. എന്നിട്ട് ഞാൻ പറയാം, ഹനീഫ തുടർന്നു. കുന്നമംഗലം കഴിഞ്ഞപ്പോൾ ഞാൻ ഷക്കീലയുടെ കാറ് കണ്ടു. അല്പം കഴിഞ്ഞപ്പോൾ ഒരു കാർ എൻ്റെ ജീപ്പിനെ ഓവർടേക്ക് ചെയ്തു. രണ്ട് കാറുകളുടെയും പോക്ക് കണ്ടപ്പോൾ എനിക്ക് സംശയം തോന്നി. ഞാൻ മറ്റൊരു വഴിക്ക് പോകേണ്ടതായിരുന്നു. ഇവരുടെ മരണപ്പാച്ച് കണ്ടപ്പോൾ ഞാനും പുറകെ വിട്ടു. ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ സംഗതി കുഴപ്പത്തിലായനെ. ഇനി ഇതുപോലെ രാത്രി കാർ ഓടിക്കരുതെന്ന് പറയണം. ഹനീഫ ഷക്കീലയെ നോക്കി. എന്നിട്ട് അവർ, ഉസ്മാൻ ചോദിച്ചു. പിടിച്ചാ കേസാക്കണം, അത് നാണക്കേടാവും. ഷക്കീലയും കോടതി കയറണം. അതുകൊണ്ട് ഒന്ന് ഞാൻ തേച്ചു വിട്ടു. പിന്നെ കാറിന്റെ നമ്പർ നോക്കി വെച്ചു. അത് ചിലപ്പോ കള്ള നമ്പർ ആയിരിക്കും, ഉസ്മാൻ പറഞ്ഞു. അങ്ങനെയും വരാം, മറ്റൊരു വിധത്തിൽ എന്തെങ്കിലും കുടുങ്ങും. ഹനീഫ എണീറ്റു. ബാപ്പച്ചി ചായ, ഷക്കീല പറഞ്ഞു. ഇരിക്കി, ചായ കുടിച്ചേച്ച് പോകാം, ഉസ്മാൻ പറഞ്ഞു. ഹനീഫ ഇരുന്നു. ഇവിടെ വന്നിട്ട് തോനെ നാളായോ? ഉസ്മാൻ ചോദിച്ചു. ഇല്ല, 2 മാസമായി. ആദ്യത്തെ നിയമനമാണ്. എവിടാ വീട്? വടകരയാ. പിന്നെ അമ്മാവൻ പോലീസിലാ. അതാരാണപ്പാ? ഇസ്മയിൽ എന്ന പേര്, SP-യാ. ഞാൻ അറിയും, ഒരിക്കൽ ഞാൻ കാറ് നന്നാക്കി കൊടുത്തതാ. ഉസ്മാനിക്ക വളരെ സമ്പാദിച്ചല്ലോ. എല്ലാം വർക്ക്ഷോപ്പ് കൊണ്ടാണോ? പിന്നല്ലാതെ, ഇടയ്ക്ക് കാർ ബ്രോക്കർ പണിയും ഉണ്ട്. അത് കൊള്ളാം. ഏതുകൊണ്ടും ബിസിനസ്സാ നല്ലത്. പെട്ടെന്ന് പണക്കാരനാകാം. എനിക്കെന്താ, ആകെയുള്ളത് ഈ പെണ്ണാ. ഈ ഒരാളെ ഉള്ളോ? ചായ ട്രെയിൻ കൊണ്ടുവന്ന ഷക്കീലയെ നോക്കി ഹനീഫ ചോദിച്ചു. ഒന്നേ ഉള്ളൂ, എന്തിനാ അധികം? ആണായിട്ടും പെണ്ണായിട്ടും ഇത് മതിയല്ലോ. എല്ലാവരും ചിരിച്ചു. ഞാൻ ഇറങ്ങുന്നു. എന്തെങ്കിലും ഉപദ്രവം ആരെക്കൊണ്ടെങ്കിലും ഉണ്ടായാൽ എന്നെ അറിയിക്കണം, ഹനീഫ പോരുമ്പോൾ പറഞ്ഞു. റോഡിൽ ഇറങ്ങിയപ്പോൾ ബസ് വരുന്നത് കണ്ടു. അതിൽ കയറി ജീപ്പ് കിടക്കുന്നിടത്ത് ഇറങ്ങി. ജീപ്പിനടുത്ത് എത്തിയപ്പോൾ അതിനുള്ളിൽ ആരോ ചിലർ ഇരിക്കുന്നത് കണ്ടു. ആരാടാ ആ കൊച്ചു പയ്യൻ? ജീപ്പിനുള്ളിൽ നിന്നും ഹനീഫ കേട്ടു. മദ്യത്തിന്റെ രൂക്ഷമായ ഗന്ധം അവിടെ വ്യാപിച്ചിരുന്നു. ഹനീഫ ജീപ്പിന്റെ അടുത്ത് പോയി നിന്നു. ഈ വണ്ടി അടിയന്റെ ആണേ, ഹനീഫ ഭവ്യതയോടെ പറഞ്ഞു. ഇവൻ ആള് കൊള്ളാമല്ലോ, ജീപ്പിനുള്ളിൽ ഏറ്റവും പിന്നിലിരുന്നവൻ പറഞ്ഞു. അല്ല, പാവമാണേ. ഹനീഫ അടുത്തേക്ക് ചെന്നു. പെട്ടെന്ന് ജീപ്പിലിരുന്ന ആൾ ഹനീഫയെ തൊഴിച്ചു. ഹനീഫ അവന്റെ കാലിന് കടന്നു പിടിച്ചു താഴെയിട്ടു. വീണ ഉടൻ ഒരു ചവിട്ടും കൊടുത്തു. പിടിയടാ അവനെ, ആരോ വിളിച്ചു പറഞ്ഞു. ജീപ്പിനുള്ളിൽ ഇരുന്നവർ പുറത്തു ചാടി ഹനീഫയെ ആക്രമിച്ചു. അവർ 4 പേരുണ്ടായിരുന്നു. അക്കൂട്ടത്തിൽ ജഗദീഷും കരാട്ടെ അഭ്യാസിയായ മണിയും ഉണ്ടായിരുന്നു. ഹനീഫയുടെ ആദ്യത്തെ ഇടിയേറ്റ് ജഗദീഷ് വീണു. കരാട്ടെ മണി ജീപ്പിന്റെ സ്റ്റിയറിംഗിന്റെ ഇടയിൽ പോയി വീണു. ഈ സമയം കൊണ്ട് മറ്റു 2 പേരും ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടു. ഒരു കാര്യം ചെയ്യ, നിങ്ങൾ 2 പേരും കൂടി സ്റ്റേഷൻ വരെ വന്നിട്ട് പോകാം, ഹനീഫ പറഞ്ഞു. ഏത് സ്റ്റേഷൻ? ജഗദീഷ് ചോദിച്ചു. തൽക്കാലം പോലീസ് സ്റ്റേഷൻ വരെ വന്നാൽ മതി. ഞാൻ ആരാണെന്ന് മനസ്സിലായോ? ജഗദീഷ് ചോദിച്ചു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിങ്ങൾ ആരാണെങ്കിലും എനിക്ക് പ്രശ്നമില്ല. ഞാൻ ഇവിടുത്തെ SI ആണ്.
ഇനി കൂടുതൽ ചോദിച്ചാൽ തല്ലുകൊള്ളും. അയ്യോ ക്ഷമിക്കണം സാർ, ഞങ്ങൾ മാന്യന്മാരാണ്, ഞങ്ങൾ ഉപദ്രവിക്കരുത്. അയ്യോ മാന്യന്മാരോ? കുറേ മുമ്പ് മാന്യന്മാരുടെ പണി ഞാൻ കണ്ടതാണല്ലോ. ഞങ്ങൾക്ക് അറിയാതെ തെറ്റുപറ്റിയതാണ്. നിങ്ങളെ വിടാം, പക്ഷേ സ്റ്റേഷൻ വരെ വരണം. രണ്ടുപേരും പിറകിൽ പോയിരിക്കണം, ഹനീഫ ആജ്ഞാസ്വരത്തിൽ പറഞ്ഞു. അവർക്ക് അനുസരിക്കാതെ നിവൃത്തിയില്ലായിരുന്നു. രണ്ടുപേരും പിന്നിൽ പോയിരുന്നു. ഹനീഫ ജീപ്പ് പിന്നോട്ടെടുത്ത് നേരെയാക്കി. പിന്നെ ഒരു കാര്യം, അവിടെ ഇരുന്നോണ്ട് അനാവശ്യമൊന്നും കാണിക്കരുത്, പറഞ്ഞേക്കാം. ഇനി കുഴപ്പമുണ്ടാക്കിയ അംഗഭംഗം നേരിട്ടെന്ന് വരും, ഹനീഫ പറഞ്ഞു. ആ താക്കീതിൽ അവർ അടങ്ങിയിരുന്നു. ജീപ്പ് പോലീസ് സ്റ്റേഷനിലെത്തി. ഇരിക്ക്, ഹനീഫ പറഞ്ഞു. ജഗദീഷ് മാത്രം ഇരുന്നു. നിങ്ങളെന്താ നിന്ന് കളഞ്ഞത്? ഇരിക്കൂ. ഇവിടെ അങ്ങനെ വ്യത്യാസമൊന്നുമില്ല. നിങ്ങൾക്ക് നിൽക്കാനാണ് ഭാവമെങ്കിൽ രണ്ടുപേരും നിൽക്കണം. അതാണ് എൻ്റെ ചിട്ട. അത് കേട്ട് മണിയും ഇരുന്നു. നിങ്ങളുടെ പേര്? മറ്റു വിവരങ്ങൾ ഹനീഫ ജഗദീഷിനെ നോക്കി. എൻ്റെ പേര് ജഗദീഷ് വർമ്മ, ജഗന്നാഥ വർമ്മയുടെ അളിയനാണ്. ഇപ്പൊ മനസ്സിലായി. അപ്പോ നിങ്ങൾ മോശക്കാരനല്ലല്ലോ. ജഗദീഷ് നിശബ്ദനായിരുന്നു. നിങ്ങൾ ആ പെൺകുട്ടിയെ ആക്രമിച്ചത് എന്തിനാണ്? അത് പറയൂ. എന്തെങ്കിലും കാരണം കാണാതെ നിങ്ങൾ അത് ചെയ്യില്ലെന്ന് എനിക്കറിയാം. ഞങ്ങൾ ദുരുദ്ദേശത്തോടെ അല്ല അത് ചെയ്തത്. നല്ല ആളുകൾ രാത്രിയിൽ ഒരു പെണ്ണിനെ ആക്രമിക്കാൻ ഒരുപെടുന്നത് നല്ല ഉദ്ദേശത്തിനാണോ? സർ, ആ പെണ്ണ് മെക്കാനിക് ഉസ്മാന്റെ മകളല്ലേ? ജഗദീഷ് ചോദിച്ചു. അതെ. സംശയമുണ്ടോ? ഉണ്ട്. എങ്ങനെ സംശയം? ആ പെണ്ണിനെ ഉസ്മാൻ എങ്ങനെയോ കിട്ടിയതാണ്. ഇതൊക്കെ നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? ഞങ്ങൾ ഊഹിച്ചു പറഞ്ഞതാണ്. എന്നാലും ഊഹിക്കണമെങ്കിൽ അതിനൊരു ആധാരം വേണമല്ലോ. പറയാൻ കാരണമുണ്ട്. എന്ത്? ആ പെൺകുട്ടിക്ക് ഒരു മുസ്ലിം പെണ്ണിന്റെ അടക്കവും ഒതുക്കവും ഇല്ല. അതാണോ കാര്യം? അത് സാരമില്ല. പിന്നെ അവൾ അഹംഭാവി കൂടിയാണ്. 2 തവണ അവൾ കാർ ഓടിച്ച് എൻ്റെ ശരീരത്തിൽ ചെളി തെറിപ്പിച്ചിട്ടുണ്ട്. അതൊന്നും ഒരു എക്സ്ക്യൂസ് ആകുന്നില്ല. ഒരു കാര്യം ചെയ്യൂ, മാപ്പ് എഴുതി തന്നിട്ട് പോയിക്കോളൂ. ഇതാ കടലാസ്. ഹനീഫ 2 പേർക്കും കടലാസ് കൊടുത്തു. ജഗദീഷും മണിയും മാപ്പ് എഴുതി കൊടുത്തിട്ട് സ്ഥലം വിട്ടു. ജഗന്നാഥ വർമ്മയുടെ വസതിയിൽ വെച്ചുള്ള ഹോമത്തിന്റെ ദിവസം വന്നു. നീലകണ്ഠൻ മന്ത്രവാദിയും ജഗദീഷും സ്ഥലത്ത് വന്നു ചേർന്നു. ഹോമ നടപടികൾ കാണാൻ കേരളവർമ്മയും ഡിറ്റക്റ്റീവ് പുഷ്പരാജും വന്നു ചേർന്നിരുന്നു. ഡിറ്റക്റ്റീവ് പുഷ്പരാജ് ഒരു തടി വ്യാപാരിയായിട്ടാണ് അവിടെ പങ്കെടുത്തത്. ജഗന്നാഥവർമ്മയുടെ അനുജൻ കേരളവർമ്മയുമായി പുഷ്പരാജ് പരിചയപ്പെട്ടു. പ്രതിമകളെക്കുറിച്ച് അവർ സംസാരിച്ചു. ഈ പ്രതിമകളിൽ എന്താണുള്ളത്? പുഷ്പരാജ് തിരക്കി. സത്യത്തിൽ എനിക്കൊന്നും അറിഞ്ഞുകൂടാ. ഇവരൊക്കെ പറയുന്നു ഇതിനുള്ളിൽ എന്തോ രഹസ്യമുണ്ടെന്ന്. സ്വത്ത് പങ്കുവെച്ചപ്പോൾ പ്രതിമകളും പങ്കുവെച്ചു, കേരളവർമ്മ പറഞ്ഞു. ഞാനൊരു സംശയം ചോദിക്കുന്നതിൽ വിരോധപ്പെടില്ലല്ലോ? പുഷ്പരാജ് വർമ്മയെ നോക്കി. എന്തിന്? ചോദിക്കാമല്ലോ. സാധാരണ നിലയ്ക്ക് ഒരു കുടുംബം ഭാഗം വയ്ക്കുമ്പോൾ ക്ഷേത്രം പങ്കുവയ്ക്കുമോ? അങ്ങനെ ഒരു ചോദ്യം വർമ്മ പ്രതീക്ഷിച്ചില്ല. അദ്ദേഹം ചിന്തയിലാണ്ടു. ഞാൻ ചോദിച്ചത് ശരിയല്ലേ? പുഷ്പരാജ് ആരാഞ്ഞു. ശരി തന്നെ. പക്ഷെ ആരാണ് ക്ഷേത്രവും പങ്കുവയ്ക്കണമെന്ന് നിർബന്ധം പിടിച്ചതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങളല്ലേ ഒരവകാശി? അതെ. നിങ്ങളുടെ അഭിപ്രായം എന്തായിരുന്നു? അങ്ങനെയൊന്നുമില്ലായിരുന്നു. പിന്നെ ഞങ്ങളുടെ ഒരു കാര്യസ്ഥ ഉണ്ടായിരുന്നു, ഒരു വിക്രമൻ നായർ. അയാളാണ് ഇതിൻ്റെയൊക്കെ കാരണക്കാരൻ. അയാൾ മരിച്ചുപോയില്ലേ? അയാൾക്ക് എന്തെങ്കിലും രഹസ്യങ്ങൾ അറിയാമായിരുന്നോ? അതെനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങളുടെ കൈവശമുണ്ടായിരുന്ന പ്രതിമ ഉണ്ടോ? ഇല്ല, അത് കളവ് പോയി. അതെങ്ങനെ? അറിഞ്ഞുകൂടാ. അല്ല, ഇത്രയും പ്രാധാന്യമുള്ള ഒരു പ്രതിമ നഷ്ടപ്പെട്ടതെങ്ങനെ? രാജകുടുംബമല്ലേ, അനവധി പ്രതിമകൾ ഉണ്ടായിരുന്നു. അതിൽ വെള്ളി കൊണ്ടുള്ള പ്രതിമകൾക്ക് മുൻതൂക്കം കൊടുത്തു. അപ്പോൾ ഇതത്ര ശ്രദ്ധിച്ചില്ല, പുഷ്പരാജ് ചോദിച്ചു. അതെ. അത് നഷ്ടപ്പെട്ടിട്ട് എത്ര കൊല്ലമായി? 15 കൊല്ലമായി. വളരെ ഭദ്രമായി സൂക്ഷിച്ചിരുന്നതല്ലേ? അതെ, നിലവറയ്ക്കുള്ളിലായിരുന്നു. ആരാണ് എതിർത്തതെന്ന് സംശയമില്ലേ? ഞാൻ അതേക്കുറിച്ച് അന്വേഷണം നടത്തിയില്ല. ഒരു ദിവസം ജ്യേഷ്ഠനെ ഞാൻ അറിയിച്ചു, അത്രമാത്രം. അവർ പെട്ടെന്ന് സംസാരം നിർത്തി. നോവലിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങൾ കേൾക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് മറ്റു സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് നൽകുക. വീണ്ടും കാണാം. നന്ദി.